നമസ്കാരം. നാം മനുഷ്യർക്കിടയിൽ എന്തെല്ലാം വേർതിരിവുകളാണ് ഉള്ളത്. ജാതി, മതം, ഭാഷ, നിറം, ലിംഗം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ നാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓർക്കുക, നമ്മളൊരൊറ്റ ജീവി വർഗമാണ്, ഹോമോ സാപ്പിയൻസ്. എന്നിട്ടും നമുക്കിടയിൽ ഈ രീതിയിലുള്ള അനേകം വേർതിരിവുകൾ നിലനിൽക്കുന്നു. സത്യത്തിൽ പ്രകൃതിയുടെ ഭംഗി തന്നെ ഇത്തരം വ്യത്യാസങ്ങളാണ്. പക്ഷേ ഈ വ്യത്യാസങ്ങളെ വെറുക്കുവാനുള്ള ഉപാധികളായിട്ടാണ് നാം എല്ലാവരും ഇപ്പോൾ കരുതുന്നത്. ഒരേ വർഗത്തിൽപ്പെട്ട മറ്റ് മനുഷ്യരെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ നമുക്ക് വെറുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, സ്നേഹിക്കാൻ സാധിക്കാതിരിക്കുന്നുവെങ്കിൽ, മറ്റ് മനുഷ്യവർഗങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെ നാം ഏത് രീതിയിലായിരിക്കും സ്വീകരിക്കുക, സ്നേഹിക്കുക? ഭാഗ്യത്തിന് ഇന്ന് നമ്മോടുകൂടി ഈ ഭൂമിയിൽ വസിക്കുവാനായിട്ട് നമുക്ക് സമാനമായ മറ്റ് മനുഷ്യവർഗങ്ങൾ ഒന്നും തന്നെയും നിലവിലില്ല. എന്നാൽ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നില്ല സ്ഥിതി. അന്ന് നമ്മുടെ കൂട്ടത്തിൽ മറ്റു പല മനുഷ്യവർഗങ്ങൾ ഈ ഭൂമിയിൽ അലഞ്ഞുതിരിഞ്ഞ് നടപ്പുണ്ടായിരുന്നു. അവരെ പൗരാണിക മനുഷ്യവർഗം, ആർക്കൈക് ഹ്യൂമൻസ് എന്നാണ് നാം വിളിക്കുന്നത്. ഇത്തരം മനുഷ്യവർഗങ്ങളിൽ അല്ലെങ്കിൽ പൗരാണിക മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരെണ്ണം ഡെനിസവൻ എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന ഒരു മനുഷ്യവർഗം ഏതാണ്ട് 12,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയും ന്യൂ ഗിനിയിലും പരിസരങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ നമ്മോട് പറയുന്നത്. എന്നാൽ ഡെനിസവൻ മാത്രമല്ല, ഏതാണ്ട് 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ ഈ ഒരു ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുവാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് മറ്റൊരു മനുഷ്യവർഗം കൂടി ഇവിടെ ഉണ്ടായിരുന്നു, ഈ ഭൂമിയിൽ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. നിയാൻഡർതാൽസ്. നാം എന്ന ഹോമോ സാപ്പിയൻസിനും ഇവർക്ക് സമാനമായിട്ടുള്ള ഡെനിസവൻ മനുഷ്യർക്കുമൊപ്പം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഈ നിയാൻഡർതാൽസ് ഏതാണ്ട് 40-45,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷരായി. പക്ഷേ ഏതാണ്ട് 3 ലക്ഷം വർഷങ്ങളോളം ഈ നിയാൻഡർതാൽ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടായിരുന്നു. അവർ ഇങ്ങനെ വേട്ടയാടിയും ഗുഹകളിലൊക്കെ പാർത്തും അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ടായിരുന്നു. എങ്ങനെയാണ് അവർ ഇത്രയും കാലം ഈ ഭൂമിയിൽ അധിവസിച്ചത്? എങ്ങനെയാണ് ഒരു 40-45,000 വർഷങ്ങൾക്ക് മുമ്പ് അവർ അപ്രത്യക്ഷരായത്? അതിനു മുമ്പ് അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അവരുടെ സാമൂഹ്യ വ്യവസ്ഥിതി എങ്ങനെ ആയിരുന്നു? അവർക്ക് ഭാഷയുണ്ടായിരുന്നോ? എങ്ങനെയാണ് അവർ വേട്ടയാടിയിരുന്നത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ, ഇത്തരം പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് 2014 മെയ് 2 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യപ്പെട്ട ദ സീക്രട്സ് ഓഫ് നിയാൻഡർതാൽസ് എന്ന ഡോക്യുമെന്ററി. BBC സ്റ്റുഡിയോസിന്റെ സയൻസ് യൂണിറ്റ് നിർമ്മിച്ച 80 മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ ഒരു ഡോക്യുമെന്ററി നമ്മെ 1 ലക്ഷം വർഷങ്ങളോളം പിറകിലേക്ക് നമ്മുടെ ഓർമ്മകളെ കൊണ്ടുപോകും. അതെ, 100, 1000, 2000, 4000 വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന നമ്മൾ ഇപ്രാവശ്യം കൈകാര്യം ചെയ്യാൻ പോകുന്നത് 1 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രമാണ്. വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നും ഏതോ ഒരു പൂർവ്വ മനുഷ്യ വർഗം, നമ്മുടെയും നിയാൻഡർതാൽസിൻ്റെയൊക്കെ പൂർവികരായിട്ടുള്ള ഏതോ ഒരു മനുഷ്യവർഗം ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് കുടിയേറുകയും പിന്നീട് അവിടെ നിയാൻഡർതാൽസ് എന്ന പേരിൽ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ആ ഒരു മനുഷ്യവർഗമായിട്ട് അവർ ജീവിച്ചു തുടങ്ങുകയും ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു ഡോക്യുമെന്ററി ആരംഭിക്കുന്നത്. കാലക്രമേണ ഇന്നത്തെ യൂറോപ്പിന്റെ ഭാഗത്ത് അവർ പെറ്റുപെരുകയും റഷ്യ മുതൽ തെക്കോട്ട് പിന്നീട് പടിഞ്ഞാറൻ യൂറോപ്പ് ആ ഒരു ഭാഗത്തെല്ലാം അവർ ജീവിക്കുവാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. മുമ്പ് പറഞ്ഞതുപോലെ ഏതാണ്ട് 3 ലക്ഷം വർഷങ്ങളോളം ഈ മനുഷ്യവർഗം ഈ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് വേട്ടയാടി നടപ്പുണ്ടായിരുന്നു. ഗുഹകളിൽ അന്തി ഉറങ്ങുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് അവർ ജീവിച്ചത്? അതിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ, അതിനെ ഉറപ്പിക്കുന്ന തെളിവുകൾ നമ്മുടെ കയ്യിൽ വളരെ കുറവാണ്. പക്ഷേ ഇതിലേക്ക് വെളിച്ചം വീശുന്ന കുറേയേറെ തെളിവുകൾ നമ്മുടെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. യൂറോപ്പിലെ പല ഭാഗങ്ങളിലെ, യൂറോപ്പിലെയും സൈബീരിയയിലെയും പല ഭാഗങ്ങളിലുള്ള ചില ഗുഹകളിൽ നിന്നാണ് നമുക്ക് ഇത്രയും വർഷങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന നമുക്ക് സമാനമായിട്ടുള്ള മറ്റൊരു വർഗമായിട്ടുള്ള ഈ നിയാൻഡർതാൽസിന്റെ ആ ജീവചരിത്രം നമുക്ക് ലഭ്യമാകുന്നത്. ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്നത്തെ ഇറാഖിലെ കുർദിഷ് പ്രവിശ്യയിലുള്ള ഷാനിഡാർ കേവ് അഥവാ ഷാനിഡാർ ഗുഹ. ഈ ഒരു ഗുഹ ഗ്രേറ്റ് സാബ് എന്നറിയപ്പെടുന്ന ഒരു നദി, ആ നദിയിൽ നിന്നും, ആ നദിയുടെ തീരത്ത് തന്നെയാണ് ഏതാണ്ട് 800 മീറ്റർ മാറിയിട്ട് സമുദ്രനിരപ്പിൽ നിന്നും 640 മീറ്റർ ഉയരത്തിലാണ് ഷാനിഡാർ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. 8 മീറ്ററോളം ഉയരം
25 മീറ്ററോളം വീതി. ഈ ഒരു രീതിയിലുള്ള ത്രികോണ ആകൃതിയിലുള്ള ഒരു കവാടമാണ് ഷാനിഡാർ കേവിന് ഉള്ളത്. പാലിയന്തോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ എമ്മ പോമറോയുടെ കൂട്ടത്തിലാണ് ഈ ഒരു ഡോക്യുമെന്ററിയിൽ നാം ഈ ഒരു പൗരാണിക ഗുഹയിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലൊക്കെ വന്നിട്ട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഗവേഷകയാണ് ഡോക്ടർ എമ്മ പാമറോയി. ഇവരുടെ കൂട്ടത്തില് ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റുകൾ, പിന്നെ കുർദിഷ് ഗവേഷകരും. ഇവരാണ് ഈ ഡോക്യുമെന്ററിയിലൂടെ നിയാണ്ടർതാലുകളുടെ പുതിയ രഹസ്യങ്ങൾ നമ്മോട് വെളിപ്പെടുത്തുന്നത്. പക്ഷേ ശരിക്കും ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതൊന്നുമല്ല. ഈ ഷാനിഡാർ ഗുഹയിൽ നിയാണ്ടർതാൽ മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ കിടപ്പുണ്ട് എന്നുള്ള വാർത്ത കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത്. അമേരിക്കൻ ആർക്കിയോളജിസ്റ്റ് റാൽഫ് സ്റ്റീഫൻ സൊലേക്കിയാണ് 1951 ഈ ഷാനിഡാർ ഗുഹയിൽ, അതായത് ഇന്നത്തെ ഇറാഖിലെ കുർദിസ്ഥാൻ പ്രവിശ്യയിലുള്ള ഷാനിഡാർ ഗുഹയിൽ നിയാണ്ടർതാലുകളുടെ അവശിഷ്ടങ്ങൾ കിടപ്പുണ്ട് എന്നുള്ള വിവരം ലോകത്തെ അറിയിച്ചത്. പിന്നീട് 1960 വരെയും നടത്തിയ ഗവേഷണങ്ങളിൽ ഏതാണ്ട് 7 നിയാണ്ടർതാലുകളുടെ, മുതിർന്ന നിയാണ്ടർതാലുകളുടെ അവശിഷ്ടങ്ങളും 2 കുട്ടി നിയാണ്ടർതാലുകളുടെ അവശിഷ്ടങ്ങളും ഈ ഗുഹയിൽ നിന്ന് അവർ വീണ്ടെടുത്തു. ഇന്നേക്ക് ഏതാണ്ട് 65,000 വർഷങ്ങൾ മുതൽ 35,000 വർഷങ്ങൾ വരെ ആ ഒരു കാലയളവിനുള്ളിൽ ജീവിച്ചിരുന്ന നിയാണ്ടർതാലുകളുടെ അവശിഷ്ടങ്ങളാണ് ഈ ഷാനിഡാർ ഗുഹയിൽ നിന്നും സൊലേക്കിയും സംഘവും കണ്ടെടുത്തത്. ഇത് മാത്രമല്ല, അവർ ഉപയോഗിച്ചിരുന്ന ചില ആയുധങ്ങൾ, കല്ലുകൊണ്ടുള്ള ചില ആയുധങ്ങൾ, പിന്നീട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങൾ ഷാനിഡാർ ഗുഹയിൽ നിന്നും സൊലേക്കിയും സംഘവും കുഴിച്ചെടുത്തു. ഇതുകൂടാതെ ഏതാണ്ട് 15,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികര്, ഹോമോസാപ്പിയൻസിന്റെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആളുകളുടെ അസ്ഥികൂടങ്ങളും ഇതേ ഗുഹയിൽ നിന്ന് തന്നെ, ഈ ഷാനിഡാർ ഗുഹയിൽ നിന്ന് തന്നെ സൊലേക്കിയും സംഘവും വീണ്ടെടുത്തതാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? പല നൂറ്റാണ്ടുകളായിട്ട്, 10,000-കണക്കിന് വർഷങ്ങളുടെ വ്യത്യാസങ്ങളിൽ വിവിധ മനുഷ്യവർഗങ്ങൾ ഇതേ ഗുഹയിൽ തന്നെ അഭയം തേടിയിരുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കുകൾ അനുസരിച്ചിട്ട് ഈ ഒരു ഷാനിഡാർ ഗുഹയിൽ നിന്നും 12ഓളം നിയാണ്ടർതാലുകളുടെ അവശിഷ്ടങ്ങളാണ് ഗവേഷകർക്ക് വീണ്ടെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇതിൽ കുറച്ച് നിയാണ്ടർതാലുകളുടെ അവശിഷ്ടങ്ങൾ, അസ്ഥികൂടങ്ങൾ, അതിൻ്റെ കിടപ്പ് ഘടന, അത് എവിടെയാണ്, ഏത് മണ്ണിൻ്റെ ലെയറിലാണ് കിടക്കുന്നത് എന്നതിനെ ആശ്രയിച്ചൊക്കെ, അല്ലെങ്കിൽ അതൊക്കെ പഠിച്ച ശേഷം ഇവർക്ക് ഈ നിയാണ്ടർതാലുകളുടെ ഒട്ടനവധി ചരിത്ര സത്യങ്ങൾ, കഥകൾ അഴിച്ചെടുക്കുവാനായിട്ട് സാധിച്ചു. അവർ കണ്ടെത്തിയ രസകരമായ കണ്ടെത്തലുകളാണ് ഈ ഡോക്യുമെന്ററിയുടെയും നമ്മുടെ ഈ വീഡിയോയുടെയും പ്രമേയം. മുമ്പ് പറഞ്ഞല്ലോ, 1951 അമേരിക്കൻ ആർക്കിയോളജിസ്റ്റ് റാൽഫ് സ്റ്റീഫൻ സൊലേക്കി. ഈ പേര് നിങ്ങൾ ഓർത്തിരിക്കണം, കാരണം നിയാണ്ടർതാലുകളുടെ ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ഒരു പേരാണ് ഈ സൊലേക്കി എന്നുള്ളത്. ഈ 51 സൊലേക്കിയും സംഘവും ഈ ഒരു ഷാനിഡാർ ഗുഹയിൽ എത്തിയ ശേഷം അവിടെയുള്ള നാട്ടുകാരുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും കുഴിക്കാനൊക്കെ ആരംഭിക്കുകയും ചെയ്തത്. അന്ന് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ 18 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അബ്ദുള്ള ബെർസാനി എന്ന് പറഞ്ഞ ഒരു യുവാവ് ഉണ്ടായിരുന്നു. ഇന്ന് പ്രായമേറെ ചെന്നിരിക്കുന്ന അബ്ദുള്ള ബെർസാനിയെ കാണിച്ചുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ സാക്ഷ്യപ്പെടുത്തലുകൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഗുഹയിലേക്ക് ഈ ഡോക്യുമെന്ററി നമ്മളെ കൊണ്ടുപോകുന്നത്. പറഞ്ഞല്ലോ, ഷാനിഡാർ ഗുഹയിൽ നിന്നും സൊലേക്കിയും സംഘവും ആദ്യത്തെ നിയാണ്ടർതാലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന സമയത്ത് ഈ അബ്ദുള്ള ബെർസാനിക്ക് പ്രായം വെറും 18. ഈ ഡോക്യുമെന്ററി കണ്ടാൽ ഈ അബ്ദുള്ള ബെർസാനിയുടെ ആ ഒരു സമയത്തെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവര് ആദ്യം കണ്ടെത്തിയ ആ ഒരു അസ്ഥികൂടത്തിന് ഷാനിഡാർ 1 എന്നാണ് പേരിട്ടത്. ഷാനിഡാർ ഗുഹയിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ നിയാണ്ടർതാൽ അസ്ഥികൂടം ഷാനിഡാർ 1. ഏതാണ്ട് 30 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള ഒരു മുതിർന്ന പുരുഷൻ, അതാണ് ഷാനിഡാർ 1. ആ മുതിർന്ന ഷാനിഡാർ 1 ആ ഒരു നിയാണ്ടർതാലിന്റെ അവശിഷ്ടങ്ങൾക്ക് അരികെ ഇരിക്കുമ്പോൾ തനിക്ക് തോന്നുന്നത് 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ ഒരു സഹോദരന്റെ കുഴിമാടത്തിന്റെ അരികിൽ ഇരിക്കുന്നത് പോലെ എന്നാണ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ കുർദിഷ് ആർക്കിയോളജിസ്റ്റ് അബ്ദുൾ വഹാബ് സുലൈമാൻ ഹസൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഒരു ബന്ധുവിന്റെ കുഴിമാടത്തിന്റെ അരികിൽ നാം ഇരുന്നിട്ട് നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നു, അതൊക്കെയാണ് ഇത്രയും ലക്ഷം വർഷങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും 10,000-കണക്കിന് 65,000 വർഷങ്ങളൊക്കെ മുമ്പ് ജീവിച്ചിരുന്ന ഈ ഷാനിഡാർ 1ന്റെ ഈ ഒരു കുഴിമാടത്തിന്റെ അരികിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത്. ഈ ഷാനിഡാർ ഗുഹയുടെ അകത്ത് അതിന്റെ നിരപ്പിൽ നിന്ന് ഏതാണ്ട് 4.5 മീറ്റർ താഴെയാണ് ഷാനിഡാർ 1ന്റെ അവശിഷ്ടങ്ങൾ ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. പിന്നീട് ഇവർ ഈ ബോണിലൊക്കെ നടത്തിയ ഗവേഷണങ്ങളിൽ നിന്നും ഇവർക്ക് മനസ്സിലായത്, ഈ ഷാനിഡാർ 1
ഏതാണ്ട് 45,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു നിയാണ്ടർത്താലാണ്. ഈ ഷാനിഡാർ വണ്ണിന്റെ അസ്ഥികൂടത്തിന്, ആ അവശിഷ്ടങ്ങൾക്ക് ഒരുപാട് കഥകളാണ് നമ്മോട് പറയാനുള്ളത്. പക്ഷേ 45,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നിയാണ്ടർത്താൽ എന്ന വർഗത്തിൽപ്പെട്ട ഈ ഷാനിഡാർ വണ്ണിന്റെ ഈ ഒരു അസ്ഥികൂടത്തിൽ നിന്ന് ഗവേഷകര് എത്രയെത്ര കഥകളാണ് അഴിച്ചെടുത്തത് എന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും. എങ്ങനെയാണ് അവരിതൊക്കെ അനുമാനിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടുള്ള ഒരു സയൻസ് പഠനമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഷാനിഡാർ വൺ എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ കണ്ടെത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡുകൾ വിശദമായിട്ട് താല്പര്യമുള്ളവർക്ക് പോയി അത് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല, കാരണം അതൊന്നും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഇവര് അഴിച്ചെടുത്ത ആ കഥ എന്താണ് എന്ന് അറിയുവാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. ഈ ഷാനിഡാർ വൺ എന്ന് പറഞ്ഞ ആ നിയാണ്ടർതാലിന്റെ അസ്ഥികൂടത്തിലെ തലയോട്ടിയുടെ വലത്ത് ഭാഗത്ത് കാര്യമായ ക്ഷതം ഏറ്റിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടത്തെ കണ്ണിന്റെ ഭാഗത്തും കാര്യമായ പരിക്കുകൾ കാണാനായിട്ട് സാധിച്ചു. ഒരുപക്ഷെ ആ കണ്ണിന് കാഴ്ചശക്തി ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല. അതുപോലെ തന്നെ വലത്തെ ആ കൈയില് ഒന്നിൽ കൂടുതൽ ഒടിവുകൾ ഇവർക്ക് കാണാനായിട്ട് സാധിച്ചു. അതുമാത്രമല്ല, ആ കൈ മുഴുവനും ഉണ്ടായിരുന്നില്ല. കൈയുടെ അറ്റം, ആ ഒരു അഗ്രഭാഗം, നമ്മുടെ കൈപ്പത്തിന്റെ മുകൾ ഭാഗം വെച്ചിട്ട് അറുത്തു മാറ്റപ്പെട്ട നിലയിലാണ് ഇവർക്ക് ഈ അസ്ഥികൂടം കാണാനായിട്ട് സാധിച്ചത്. ഇങ്ങനെ അറുത്തു മാറ്റപ്പെട്ട ആ ഒരു എല്ലിന്റെ ഭാഗത്ത് ഒട്ടനവധി വെട്ടും കുത്തും, അങ്ങനെ എന്തോ ഉപകരണങ്ങൾ വെച്ചിട്ട് പോറിയ പാടുകൾ ഇവർക്ക് കാണാൻ സാധിച്ചു. അതിന്റെ അർത്ഥം ഈ ഷാനിഡാർ വണ്ണിന്റെ വലത്തെ കൈപ്പത്തി വെട്ടി മാറ്റിയതാണ്. അതുപോലെ തന്നെ ചെവികളുടെ ഘടന പഠിച്ചതിന് ശേഷം ഇവർക്ക് മനസ്സിലായത് ഷാനിഡാർ വണ്ണിന് കേൾവി ശക്തിയും തീരെ കുറവായിരുന്നു എന്നാണ്. ഇതിനെല്ലാം പുറമെ അസ്ഥികളുടെ ജോയിന്റുകളിൽ ആർത്രൈറ്റിസിന്റെ പ്രകടമായ ലക്ഷണങ്ങളും ഇവർക്ക് കാണുവാൻ സാധിച്ചു. ഇതൊന്നും ചെറുപ്പത്തിലെ ഉണ്ടാവാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. ഇത് വളർന്ന് പ്രായപൂർത്തിയായ ശേഷം ഉണ്ടായ പ്രശ്നങ്ങളാണ് ഈ ഷാനിഡാർ വണ്ണിന് ഉള്ളത്. അതങ്ങനെ പറയാനുള്ള കാരണം, അന്നത്തെ കാലത്ത് വേട്ടയാടിയും യുദ്ധം ചെയ്തുമാണ് ഈ നിയാണ്ടർതാലുകൾ ജീവിക്കുന്നത്, പോരാടിയാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ ഇത്രയും പ്രായം വരെ ജീവിച്ചിരിക്കാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ല. ഈ ഷാനിഡാർ വണ്ണിന്റെ ദേഹത്ത് ഈ അസ്ഥികൂടത്തിൽ ഉള്ള ഈ പരിക്കുകളെല്ലാം തന്നെയും ഈ ഷാനിഡാർ വൺ മരിക്കുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുമ്പോ ഉണ്ടായ സംഗതികളാവാനാണ് വഴി. ചുരുക്കത്തില് ഷാനിഡാർ വണ്ണിന്റെ പരിക്കുകൾ ഒന്നുകിൽ ഒരു വേട്ടയ്ക്കിടയ്ക്ക് സംഭവിച്ച അപകടമാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേറെ നിയാണ്ടർതാലുകളുടെ ഗ്രൂപ്പുകളുമായിട്ട് ഉണ്ടായ ആ ഒരു അറ്റാക്കിൽ ഈ മനുഷ്യന് ഉണ്ടായ ക്ഷതങ്ങൾ, പരിക്കുകളാവാനാണ് സാധ്യത. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാര്യം മനസ്സിലാക്കാം? ഈ ഒരു സമയത്ത് ഈ ഷാനിഡാർ വൺ, അതായത് ഇത്രയും പരിക്കുകൾ പറ്റിയ സമയത്ത്, വേട്ടയ്ക്കോ അല്ലെങ്കിൽ യുദ്ധത്തിനിടയ്ക്കോ പറ്റിയ ആ പരിക്കുകൾ പറ്റിയ സമയത്ത് ഷാനിഡാർ വൺ മരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. ഇതിനൊക്കെ ശേഷം, കുറെ നാളുകൾക്ക് ശേഷമാണ് ഷാനിഡാർ വൺ മരണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഊഹിക്കുവാൻ പറ്റും? ഒന്ന്, ഷാനിഡാർ വണ്ണ് പരിക്ക് പറ്റിയിട്ട് കുറെ നാളുകൾ ഈ ഒരു നിയാണ്ടർതാൽ ഗ്രൂപ്പിന്റെ കൂട്ടത്തിൽ ഈ ഒരു ഗുഹയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ കാടന്മാരാണ് എന്ന് പറഞ്ഞിരുന്ന ഈ നിയാണ്ടർതാലുകൾക്ക് തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ, അയാൾക്ക് ഇത്രയും പരിക്കുകൾ പറ്റിയിട്ടും കുറച്ച് നാളുകൾ ഇയാളെ നോക്കുവാനും പരിരക്ഷിക്കുവാനും ഭക്ഷണം കൊടുക്കുവാനും ഒക്കെയുള്ള ആ ഒരു ബുദ്ധി, വിവേകം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ നിയാണ്ടർതാലുകൾക്ക് അന്നുണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഷാനിഡാർ വണ്ണിന്റെ ഈ ഒരു അസ്ഥികൂടം, അതിലേറ്റ പരിക്കുകൾ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മൾ ഇതുവരെയും നിയാണ്ടർതാലുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങൾ തെറ്റാണ്. അവര് വെറും കാടന്മാരായിട്ടുള്ള മൃഗങ്ങൾ ആയിരുന്നില്ല. അവർക്ക് ഒരു സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. പരിക്കുകൾ പറ്റിയ, മുറിവേറ്റ, അപകടങ്ങൾ പിണഞ്ഞ തങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ, മറ്റ് നിയാണ്ടർതാലുകളെ അവർ മരിക്കുന്നതുവരെയും നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓർക്കുക, ശരീരത്തിൽ ഇത്രയേറെ ഒടിവുകൾ, കണ്ണിന് കാഴ്ചശക്തിയില്ല, ചെവിക്ക് കേൾവിശക്തിയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് അന്നത്തെ സമൂഹത്തിൽ വേട്ടയാടി ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ വേട്ടയാടാൻ പറ്റിയില്ലെങ്കിൽ പാട്ടിന് കിടന്ന് ചത്തുപോകേണ്ടതാണ്. പക്ഷെ അതും ഇവിടെ സംഭവിച്ചില്ല. ഈ ഗുഹയിൽ കുറെ കാലം, കുറെ മാസങ്ങൾ ഈ പരിക്ക് പറ്റിയിട്ടും ഷാനിഡാർ വൺ ജീവനോടെ ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ ഇദ്ദേഹത്തിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മെ അതിശയിപ്പിക്കുന്ന കാര്യം ഇതൊന്നുമല്ല. ഈ ഷാനിഡാർ വണ്ണിന്റെ വലത്തെ കൈപ്പത്തിയാണ്. അതവിടെ ഇല്ല. അത് അറുത്തു മാറ്റപ്പെട്ട നിലയിലാണ്. അത് അറുത്തു മാറ്റപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലായത് ഈ അറുത്തു മാറ്റപ്പെട്ട ആ ഒരു ഭാഗത്ത്, അസ്ഥിയിൽ, ഇവർ അന്ന് ഉപയോഗിച്ചിരുന്ന കല്ലുകൾ കൊണ്ടുള്ള ആ ഒരു ഉപകരണങ്ങൾ, അത് വെച്ചുള്ള ധാരാളം പോറലുകൾ അവിടെ കാണാൻ സാധിക്കും. അതായത് ഈ കൈപ്പത്തി ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഉപകരണങ്ങൾ വെച്ചിട്ട് അറുത്ത് തല്ലിപ്പൊട്ടിച്ച് മാറ്റിയതാണ്.
ഈ ഷാനിഡാർ വണ്ണിന് വേട്ടയ്ക്കിടയിലോ അല്ലെങ്കിൽ യുദ്ധത്തിനിടയിലോ എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ട് ഇവിടെ ഒടിഞ്ഞു പോയിട്ടുണ്ടാവണം. അത് ആ സമയത്ത് അവിടെ ഇൻഫെക്ഷനായിട്ട് ആ ഒരു ഭാഗം ഇദ്ദേഹത്തിന് കുഴപ്പമാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ ആ ഒരു ഭാഗം എങ്ങനെയോ അന്നത്തെ രീതിയാണ് പച്ചയ്ക്ക് തന്നെ ഇവർ കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട് തല്ലി പൊട്ടിച്ചിട്ട് ആ ഒരു ഭാഗം കൈപ്പത്തി ഇവർ അറുത്ത് മാറ്റിയതാണ് എന്ന് നമുക്ക് ഈ എല്ലുകളിൽ ഇവരുടെ ഈ കൂർത്ത അടയാളങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓർക്കുക, 45,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഒരു ആദിമ മനുഷ്യ വർഗത്തിന് ഇത്തരം പല കാര്യങ്ങളും അറിയാമായിരുന്നു എന്നുള്ളത് നമുക്ക് പുതിയ അറിവ് തന്നെയായിരുന്നു. ഇനി ശ്രദ്ധേയമായ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് മറ്റൊരു നിയാണ്ടർതാലിന്റെ അവശിഷ്ടമാണ്. അതിനെ ഷാനിഡാർ 3 എന്നാണ് അവർ വിളിച്ചത്. ഈ ഷാനിഡാർ 3യും ഷാനിഡാർ 1നെ പോലെ തന്നെ 45,000 വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നത്. ഷാനിഡാർ 1ന്റെ അസ്ഥികൂടം നമ്മോട് എന്തൊക്കെ കഥയാണോ പറഞ്ഞത്, അതുപോലെ തന്നെ വിചിത്രമായ ഒരു കഥയാണ് ഈ ഷാനിഡാർ 3ക്കും നമ്മോട് പറയാനുള്ളത്. ഏതാണ്ട് 40 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഷാനിഡാർ 3യും കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരിച്ചത് വലിയൊരു പരിക്ക് പറ്റിയിട്ടാണ്. ഈ ഒരു അസ്ഥികൂടത്തിന്റെ വാരിയെല്ലില് ആഴത്തിലേറ്റ ഒരു മുറിവ് കാണാനുണ്ട്. ഈ മുറിവ് എങ്ങനെ, എവിടെ നിന്ന്, ഏത് രീതിയിൽ വന്നു എന്നുള്ളതിന് ഉത്തരം നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. ഈ ഷാനിഡാർ കേവ് സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റ് സാബ് എന്നറിയപ്പെടുന്ന ഒരു നദിയുടെ തീരത്ത് നിന്നാണ്. അവിടെ നിന്ന് ഏതാണ്ട് 800 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു കേവ് സ്ഥിതി ചെയ്യുന്നത്. ഷാനിഡാർ 3യുടെ വാരിയലിൽ എങ്ങനെയാണ് പരിക്ക് പറ്റിയത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ലഭിക്കുന്നത് ഈ ഗ്രേറ്റ് സാബ് റിവറിന്റെ തീരങ്ങളിൽ നിന്നാണ്. നിയാണ്ടർതാലുകൾ പൊതുവെ കല്ലുകൊണ്ട് രൂപപ്പെടുത്തിയ അനേകം ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇത്തരം ആയുധങ്ങൾ നമുക്ക് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ, യൂറോപ്പിലും സൈബീരിയയിലുമുള്ള പല ഗുഹകളിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇവിടെ ഈ ഷാനിഡാർ ഗുഹയുടെ അടുത്തുള്ള ഗ്രേറ്റ് സാബ് നദിയുടെ തീരങ്ങളിൽ ഉണ്ടായിരുന്ന ഉരുളൻ കല്ലുകളാണ് ഇവർ കൂർപ്പിച്ചിട്ട് ഈ പറയുന്ന ആയുധങ്ങളായിട്ട് ഇവർ ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ജിയോളജിയിൽ ഇത്തരം കല്ലുകളെ, ഉരുളൻ കല്ലുകളെ പലതായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ചെറിയ തരി പോലെ കിടക്കുന്ന, അത്തരം മണൽ പോലെ കിടക്കുന്ന ആ ഒരു വസ്തുവിനെ നമ്മൾ ഗ്രാന്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. കുറച്ചുകൂടെ വലിപ്പമുള്ള ചെറിയ ചെറിയ കല്ലുകൾ, ഒരു 2.5 ഇഞ്ചൊക്കെ വലിപ്പമുള്ള കല്ലുകളെ പെബിൾസ് എന്നാണ് വിളിക്കുക. ഇനി 2.5 ഇഞ്ച് മുതൽ ഒരു 10 ഇഞ്ച് വരെ വലിപ്പമുള്ള നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങുന്ന രീതിയിലുള്ള ഉരുളൻ കല്ലുകൾ, അതിനെ കോബിൾസ് എന്നാണ് പറയുക. അതിലും വലിയ കൂറ്റൻ പാറകൾ, നമുക്ക് എടുക്കാനായിട്ട് പ്രയാസമുള്ള പാറകളെ ബൗൾഡർ എന്നാണ് വിളിക്കുക. അങ്ങനെ ഗ്രാന്യൂൾസ്, പെബിൾസ്, ഗോബിൾസ്, ബൗൾഡേഴ്സ്, അങ്ങനെ പല ടൈപ്പ് കല്ലുകളാണ് ഈ ഗ്രേറ്റ് സാബ് നദിയുടെ തീരങ്ങളിൽ ഉള്ളത്. ഇതിൽ നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്ന സൈസുള്ള കോബിൾസ്, ആ ടൈപ്പ് ഉരുളൻ കല്ലുകളാണ് ഇവര് ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇത് 2 കല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പൊടിച്ചിട്ട് ഒരു കല്ലിന്റെ ഒരു ഭാഗം കൂർത്ത മുന പോലെ ഇവർ തല്ലിപ്പൊട്ടിച്ച് എടുക്കും. അത്തരം കല്ലുകളാണ് ഇവർ ആയുധങ്ങളായിട്ട് വേട്ടയ്ക്ക് വേണ്ടിയിട്ടും മറ്റുള്ള മനുഷ്യരെ, മറ്റുള്ള നിയാണ്ടർതാലുകളെ ആക്രമിക്കാനും വേണ്ടിയിട്ടുമൊക്കെ ഇവരുടെ കയ്യിൽ കരുതിയിരുന്നത്. അത്യാവശ്യം ഭാരമുള്ള ഇത്തരം കൂർത്ത കല്ലുകൾ വെച്ചിട്ട് എതിരാളിയുടെ ദേഹത്ത് ശക്തമായ ഒരു പ്രഹരം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മാംസം മാത്രമല്ല എല്ലും തവിട് പൊടിയാവും എന്ന് ഉറപ്പാണ്. ഇത് കൂടാതെ ഇങ്ങനെ അഗ്രഭാഗം കൂർപ്പിച്ചെടുത്ത ഈ ഒരു കോബിൾസ് ഇവര് വടിയുടെ അറ്റത്ത് കെട്ടിവെച്ചിട്ട് അത് കുന്തം പോലെ ഉപയോഗിച്ചിരുന്നു. അത്തരം ചില ആയുധങ്ങളുടെ അവശിഷ്ടങ്ങളും ഇവർക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത്തരം ഒരു ആയുധത്തിൽ നിന്നാണ് നമ്മുടെ ഈ ഷാനിഡാർ 3ക്ക് ഒരു പരിക്ക് പറ്റിയിരിക്കുന്നത്. അതായത് ഇത്തരം ഒരു ആയുധം വെച്ചിട്ട് ഈ ഷാനിഡാർ 3യുടെ വാരിയലിൻ്റെ ഭാഗത്തേക്ക് ആരോ കുത്തിക്കയറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ ഈ ഒരു ആയുധം അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തിന്റെ കൊമ്പ് കുത്തിക്കേറിയത്. ഇതിലേതെങ്കിലും ഒന്ന് മുഖേനയാണ് ഷാനിഡാർ 3ക്ക് ഇത്തരം മാരകമായ പരിക്ക് വാരിയലിന് സംഭവിച്ചിട്ടുണ്ടാവുക. ഇത് ഇദ്ദേഹത്തിന്റെ റിബും തകർത്തിട്ട് ശ്വാസകോശം വരെയും ചെന്നിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അന്നത്തെ വളരെ അക്രമാസക്തമായിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള ഇവരുടെ ജീവിത രീതി കൂടിയാണ് ഷാനിഡാർ 3യുടെ വാരിയലിന്റെ ആ ഭാഗത്തുള്ള വലിയൊരു വിടവ് നമ്മോട് പറയുന്നത്. ഒരു പക്ഷെ വിവിധ നിയാണ്ടർതാൽ ഗ്രൂപ്പുകൾ തമ്മിൽ സംഘടന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭക്ഷണത്തിന് വേണ്ടിയിട്ടാവണം. അതുപോലെ തന്നെ ഇതേ ക്ലാനിൽപ്പെട്ട പല ഗ്രൂപ്പുകൾ തമ്മിലും സംഘടന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം അന്നത്തെ കാലത്ത് സംഘടന ഉണ്ടാവുന്നത് ഭക്ഷണത്തിന്റെ പേരിൽ മാത്രമാവണം. അല്ലെങ്കിൽ ഇവർ വേട്ടയാടി ജീവിക്കുന്ന ഒരു പ്രത്യേക ഏരിയയിൽ മറ്റൊരു ഗ്രൂപ്പ് വന്ന് കയറുമ്പോഴായിരിക്കണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം ഉണ്ടാകുന്നതും ഇതുപോലെ മൃഗീയമായ രീതിയിൽ ഈ അറ്റാക്കുകളൊക്കെ സംഭവിക്കുകയും ചെയ്യുക. എന്താണെങ്കിലും ഇത്തരം ഒരു അറ്റാക്കിനിടയിലാവണം ഷാനിഡാർ 3ക്ക് മാരകമായ ഈ പരിക്ക് വാരിയലിന് സംഭവിച്ചിട്ടുണ്ടാവുക. ഇവിടെയും ഷാനിഡാർ 1നെ പോലെ തന്നെ ഷാനിഡാർ 3യും ഈ പരിക്ക് പറ്റിയ ഉടനെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നാളുകൾ, ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞിട്ടാണ് ഷാനിഡാർ 3യും മരണപ്പെട്ടിട്ടുണ്ടാവുക. ഇതിൽ നിന്നും നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം കുറച്ചുകൂടി ഉറപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന 45,000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന
ആ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന നിയാണ്ടർതാലുകൾ ഇവരുടെ കൂട്ടത്തിലുള്ള പരിക്ക് പറ്റിയ ആളുകളെ നോക്കിയിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് നമ്മൾ മുൻപ് വിചാരിച്ചിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കുറച്ചുകൂടി ഉയർന്ന രീതിയിലുള്ള ഒരു സാമൂഹിക വ്യവസ്ഥിതി ഒരു 45,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നിയാണ്ടർതാലുകൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് ഈ ഷാനിഡാർ 1ഉം ഷാനിഡാർ 3യും നമ്മളോട് പറയുകയാണ്. ഇതിനുശേഷം ഇവരുടെ ജീവിത രീതികൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മളെ കാണിക്കുവാനും പഠിപ്പിക്കുവാനും നമ്മുടെ ഈ ഡോക്യുമെന്ററി സീക്രട്സ് ഓഫ് നിയാണ്ടർതാൽ എന്ന ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി നമ്മെ കൊണ്ടുപോകുന്നത് യൂറോപ്പിലെ മറ്റൊരു രാജ്യത്തിലേക്കാണ്, ക്രൊയേഷ്യ. അവിടെ ക്രാപ്പീന എന്ന ഒരു ഗുഹയുണ്ടായിരുന്നു, പൗരാണിക ഗുഹയാണ്. ഈ ഗുഹയിൽ നിന്നും നൂറുകണക്കിന് നിയാണ്ടർതാലുകളുടെ എല്ലിൻ കഷ്ണങ്ങളാണ് ഗവേഷകർക്ക് കിട്ടിയിട്ടുള്ളത്. ക്രാപ്പിന നിയാണ്ടർതാൽ മ്യൂസിയം, അവിടെയാണ് ഈ ഗുഹയിൽ നിന്ന്, ക്രാപ്പിന ഗുഹയിൽ നിന്ന് കിട്ടിയ ഈ എല്ലിൻ കഷ്ണങ്ങൾ ഇവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഏതാണ്ട് 1,35,000 വർഷങ്ങൾ വരെയും പഴക്കമുള്ള നിയാണ്ടർതാലുകളുടെ എല്ലുകളാണ് ഇവർക്ക് ഇവിടെ നിന്ന് ലഭിച്ചത്. ഇതിൽ നിന്നും ഏതാണ്ട് 80 വ്യത്യസ്ത നിയാണ്ടർതാലുകളുടെ എല്ലുകളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഷാനിഡാർ ഗുഹയിൽ നിന്ന് കിട്ടിയതുപോലെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അസ്ഥികൂടം ആ ഒരു രീതിയിലല്ല ഇതിനകത്തുനിന്ന് എല്ലുകൾ കിട്ടിയിട്ടുള്ളത്. പല കഷ്ണങ്ങളായിട്ട് ചിതറിക്കിടക്കുന്ന രീതിയിലാണ് ഇവർക്ക് ഈ എല്ലുകൾ കിട്ടിയത്. ഓരോന്നും വിശദമായിട്ട് 80 നിയാണ്ടർതാലുകളുടെ എല്ലുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉണ്ടാവും ഇങ്ങനെ ചിതറിക്കിടക്കുന്നത്. അതെല്ലാം ഇവർ ആരുടെയാണ്, ഏതൊക്കെ നിയാണ്ടർതാലുകളെയാണ് എന്നൊക്കെ ഇവർ പഠിച്ച് പരിശോധിച്ച ശേഷമാണ് 80 പേരുടെയാണ് എന്ന് ഇവർക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ അക്കാലത്ത് ജീവിച്ചിരുന്ന ചില മൃഗങ്ങളുടെ എല്ലുകളും ഈ ഒരു എല്ലിൻ കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ നിയാണ്ടർതാലുകൾ ആരും തന്നെയും ഈ ഗുഹയിൽ വെച്ചല്ല മരണപ്പെട്ടിരിക്കുന്നത്. ഇവർ വേറെ എവിടെയോ വെച്ച് മരണപ്പെട്ടതാണ്. നിയാണ്ടർതാലുകൾ ഈ അവരുടെ മരണപ്പെട്ട ആളുകളെ ഈ ഗുഹയിൽ കൊണ്ട് നിക്ഷേപിച്ചതാണ് എന്നാണ് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഇത്രയും കൂടുതൽ ആളുകളുടെ എല്ലിൻ കഷ്ണങ്ങൾ ഒരൊറ്റ സ്ഥലത്ത് തന്നെ അടിഞ്ഞുകൂടി കിടക്കുന്നതിൻ്റെ അർത്ഥം അതാണ് എന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത്. പക്ഷേ ഇവിടെ ഈ ക്രാപ്പിന ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ ആ എല്ലുകളിൽ വിചിത്രമായ ചില രേഖകൾ ഉണ്ടായിരുന്നു. അത് വലിയ വിവാദമായതാണ് പിന്നീട്. അതെന്താണോ, ഈ എല്ലുകളിലെല്ലാം ഈ പോറലുണ്ടാക്കിയ പാടുകൾ ധാരാളം ഉണ്ടായിരുന്നു. എല്ലിൻ കഷ്ണങ്ങളിൽ മുഴുവൻ പോറലുകൾ ഉണ്ടാക്കിയ പാടുകൾ. എന്ത് ആയുധം വെച്ചിട്ടാണ് ഇവർ പോറലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? നമ്മൾ മുമ്പ് പറഞ്ഞതാണ് കോബിൾ. ആ കയ്യിൽ ഒതുങ്ങാവുന്ന ഉരുളൻ കല്ലുകൾ കൂർപ്പിച്ചെടുത്ത ആയുധങ്ങൾ. അത് വെച്ചിട്ട് ഈ നിയാണ്ടർതാലുകളുടെ എല്ലിൻ കഷ്ണങ്ങളിൽ പോറലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെ വന്നതാണ്? ഉറപ്പായിട്ടും ഈ എല്ലിൻ കഷ്ണങ്ങളിൽ നിന്ന് മാംസം ചീകിയെടുത്തതാണ്. ആ രീതിയിലാണ് ഈ പോറലുകൾ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തിനാണ് മരണപ്പെട്ട ബന്ധുക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നിയാണ്ടർതാലുകളുടെ മാംസം അസ്ഥിയിൽ നിന്ന് ചീകിയെടുത്ത് ഇവർ മാറ്റിയത്? ഒന്നുകിൽ അത് ഭക്ഷിക്കാനാണ്, അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും ഒരു ആചാര രീതി, ഇവർ കരുതി വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു രീതി കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ധാരണയിൽ നിന്ന് ഇവർ ചെയ്തതാണ്. പക്ഷേ എന്തിനു ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. ചിലർ പറഞ്ഞത് ഈ ഒരു ഗുഹയിൽ, ക്രാപ്പിന ഗുഹയിലും അതിൻ്റെ പരിസരങ്ങളിലും ഈ 1,35,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കുറച്ചുകൂടി പ്രാകൃതരായിട്ടുള്ള ഈ നിയാണ്ടർതാലുകൾ അവരുടെ തന്നെ ആളുകളെ ഭക്ഷിക്കുന്ന നരഭോജികളായിരുന്നു എന്നാണ് ഒരു കൂട്ടർ പറഞ്ഞത്. അതാണ് വിവാദമായത്. അവർ ഇതിന് സപ്പോർട്ടീവായിട്ട് പറയുന്നത് ഈ എല്ലുകൾ തല്ലി പൊട്ടിച്ചിരിക്കുന്നത്, നമ്മൾ ഈ കോഴിയുടെ ഒക്കെ എല്ല് കഴിക്കുന്ന സമയത്ത് അത് കടിച്ച് പൊട്ടിച്ചിട്ട് അതിനകത്തുനിന്ന് ആ ബോൺമാരോ വലിച്ചെടുത്ത് കുടിക്കാറുണ്ട്. അങ്ങനെ ഈ എല്ലിൽ നിന്നും ഇതൊക്കെ വലിച്ചെടുത്ത് കുടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് തല്ലി പൊട്ടിച്ചിരിക്കുന്നത് എന്നാണ് ഈ നരഭോജനം നടന്നിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഗവേഷകർ പറയുന്നത്. ചിലർ പറയുന്നത് ഇവരുടെ ഏതെങ്കിലും ഒരു ആചാര രീതി പ്രകാരം ഇവർ മാംസം ചീകിയെടുത്തിട്ട് എല്ലുകൾ ഈ ഒരു സ്ഥലത്ത് കൊണ്ട് നിക്ഷേപിച്ചതാണ്. ഇതിനൊന്നും കാരണം നമുക്കറിയില്ല. ഇതിങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ എല്ലിൽ നിന്ന് മാംസം ചീകിയെടുത്തിട്ടുണ്ട്. എന്തിനു ചീകിയെടുത്തു എന്നുള്ളതെല്ലാം ഹൈപ്പോസിസുകളാണ്, നമ്മുടെ അനുമാനങ്ങളാണ്. ഓർക്കുക, 1,35,000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൊയേഷ്യയിലെ ഈ പറയുന്ന ക്രാപ്പിന എന്ന പൗരാണിക ഗുഹയുടെ സമീപങ്ങളിൽ ജീവിച്ചിരുന്ന ഏക മനുഷ്യവംശം നിയാണ്ടർതാലുകൾ മാത്രമാണ്. അപ്പോൾ ഇവർ തന്നെയാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. വേറെ ആരും ചെയ്യാനായിട്ട് സാധ്യതയില്ല. എന്തിനിവർ ചെയ്തു? ഇതിൽ നിന്നും നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത് ഇവരുടെ സങ്കീർണമായിട്ടുള്ള ഇവരുടെ ചിന്താഗതികളാണ്, ഇവരുടെ ആചാര രീതികളാണ്. ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് ഒരു കാലത്ത് മനസ്സിലാക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇതുപോലെ കുറേ അനുമാനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഊഹിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇവർ ചിന്തിച്ചിരുന്നത്? നമുക്ക് ഒരു കാലത്തും പിടികിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. അതായത് 1,35,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മറ്റൊരു മനുഷ്യവർഗത്തിന്റെ വികാര വിചാരങ്ങൾ ഈ ഒരു സമയത്ത്, ഈ ആധുനിക കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ചിന്തിച്ചെടുക്കാനായിട്ട് വളരെയധികം പ്രയാസമാണ്. ക്രൊയേഷ്യയിലെ ക്രാപ്പിന ഗുഹയിൽ നിന്ന് സീക്രട്സ് ഓഫ് നിയാണ്ടർതാൽ എന്ന് പറയുന്ന ഈ ഡോക്യുമെന്ററി നമ്മെ പിന്നീട് കൊണ്ടുപോകുന്നത് പഴയ സ്ഥലത്തേക്കാണ്. ഇറാഖിലെ കുർദിസ്ഥാനിലെ ഷാനിഡാർ ഗുഹയിലേക്ക് തന്നെയാണ്.
അവിടെ നമ്മുടെ പഴയയാള് ഈ ഒരു ഗുഹ കണ്ടെത്തിയ ആ മനുഷ്യൻ സ്റ്റീഫൻ സൊലേക്കി, ഇദ്ദേഹവും സംഘവും കുഴിച്ചെടുത്ത അടുത്ത അസ്ഥികൂടം ഷാനിഡാർ 4. ഈ ഷാനിഡാർ 4 അതിന്റെ അസ്ഥികൂടം ദുരൂഹത നിറഞ്ഞിട്ടുള്ള ഈ നിയാണ്ടർതാലുകളുടെ ജീവിത രഹസ്യങ്ങളിലേക്ക് മറ്റൊരു ഡോർ കൂടി ഓപ്പൺ ചെയ്തു തരികയാണ്. ഈ ഷാനിഡാർ 4ന്റെ അസ്ഥികൂടം കണ്ടെത്തിയ ഈ ഷാനിഡാർ ഗുഹയിലെ ആ ഒരു സ്ഥലത്തിന് അല്ലെങ്കിൽ ആ ഒരു മേഖലയ്ക്ക് ഗവേഷകർ വിളിക്കുന്നത് ഫ്ലവർ ബെറിയൽ എന്നാണ്. ഈ ഫ്ലവർ ബെറിയലും മുമ്പ് പറഞ്ഞതുപോലെ അനേകം ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെ ഈ ഗവേഷകർക്കിടയിൽ നടത്തിയ അതിന് കാരണമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്താണ് ഈ ഷാനിഡാർ 4ന്റെ ഫ്ലവർ ബെറിയൽ? ഇത് ഒരു 30-40 വയസ്സ് പ്രായമുള്ള ആൺ നിയാണ്ടർതാലിന്റെ അസ്ഥികൂടമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിലെ ഒരു കൊച്ചു കുട്ടി എങ്ങനെയാണ് കിടക്കുന്നത്, കാലൊക്കെ മടക്കിയിട്ട് ഒരു സൈഡിലോട്ട് എങ്ങനെയാണോ കിടക്കുന്നത്, ആ ഒരു പരുവത്തിലാണ് ഷാനിഡാർ 4ന്റെ അസ്ഥികൂടം ഈ ഗുഹയിൽ ഉണ്ടായിരുന്നത്. ഷാനിഡാർ 1ന്റെ ആ ഒരു അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഗുഹാനിരപ്പിൽ നിന്ന് ഏതാണ്ട് 4.5 മീറ്റർ അടിയിൽ നിന്നാണല്ലോ ലഭിച്ചത്. ഷാനിഡാർ 4ന്റെ ഈ ഒരു അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ നമുക്ക് കിട്ടിയത് ഗുഹ നിരപ്പിൽ നിന്നും ഏതാണ്ട് 7 മീറ്റർ ആഴത്തിൽ നിന്നാണ്. അതായത് ആധുനിക ഉപകരണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഊഹിക്കാം ഷാനിഡാർ 1ന് മുമ്പാണ് ഷാനിഡാർ ഈ 4 ജീവിച്ചിരുന്നത് എന്നുള്ളത്. കാരണം അതിൻ്റെയും അടിയിലാണല്ലോ, ആ ലെയറിലാണല്ലോ ഈ ഷാനിഡാർ 4 ഉണ്ടായിരുന്നത്. ഷാനിഡാർ 4ന്റെ ആ ഒരു അസ്ഥികൂടം, അത് കിടന്ന സ്ഥലം, അവിടുത്തെ മണ്ണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞ ഇത് കണ്ടുപിടിച്ചയാൾ സ്റ്റീഫൻ സൊലേക്കി വിശദമായിട്ട് പരിശോധിച്ചു. പക്ഷേ അതിൽ നിന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായ ഒരു കഥ ഇദ്ദേഹം പുറത്തേക്ക് വിട്ടു. അതാണ് പിന്നീട് ഒരു അതിശയകരമായിട്ടുള്ള കഥയായി മാറുകയും ഈ ഫ്ലവർ ബെറിയൽ എന്ന് പറഞ്ഞ പേരിൽ പ്രസിദ്ധമാകുകയും ചെയ്തത്. എങ്ങനെയാണ് ലോകത്ത് ആചാരങ്ങൾ, മതങ്ങൾ, വിശ്വാസങ്ങളൊക്കെ തുടങ്ങിയത്, ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളതിലേക്കുള്ള ഒരു ഡോറാണ്, അല്ലെങ്കിൽ അതിലേക്കുള്ള സൂചനകളാണ് ഷാനിഡാർ 4ന്റെ ഈ ഒരു അസ്ഥികൂടം, അതിൻ്റെ കിടപ്പ്, അതിൻ്റെ അടിയിലുണ്ടായിരുന്ന മണ്ണ്, ഇതൊക്കെ നമ്മോട് പറയുന്നത് എന്നാണ് സ്റ്റീഫൻ സൊലേക്കി പറയുന്നത്. എന്താണ് സ്റ്റീഫൻ സൊലേക്കി കണ്ടുപിടിച്ച ആ അത്ഭുതകരമായിട്ടുള്ള കാര്യം? ഇദ്ദേഹം ഈ സൊലേക്കി കണ്ടെത്തിയ ഷാനിഡാർ 4ന്റെ അസ്ഥികൂടം കിടന്നിരുന്ന ആ ഒരു സ്ഥലത്തിന്റെ അടിയിലുണ്ടായിരുന്ന മണ്ണില് അക്കാലത്തെ ചെടികളുടെ, പൂക്കളുടെ, പൂമ്പൊടിയുടെ അംശങ്ങൾ ഇദ്ദേഹത്തിന് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിച്ചു. പോളൻസ്, ആ പൂമ്പൊടി ഇദ്ദേഹത്തിന് ഈ ഒരു അസ്ഥികൂടം കിടന്ന ആ മണ്ണിൽ നിന്ന് ഇദ്ദേഹത്തിന് ലഭിച്ചു. ഈ പോളൻ ഗ്രെയിൻസിന്റെ പുറത്തെ തോട്, ആ ഒരു ഷെല്ലില് സ്പോറോ പോളനിൻ എന്ന് പറഞ്ഞ് പേരുള്ള ഒരു ബയോ പോളിമർ അടങ്ങിയിട്ടുണ്ട്. ഈ 3 പേരും കേട്ടിട്ട് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു സാധനം അതിനകത്തുണ്ട്. ഈ ഒരു നമ്മൾ കാണുന്ന പൂമ്പൊടിയുടെ പുറത്തെ ഷെല്ലിൽ, വളരെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള മൈന്യൂട്ട് ഷെല്ലിൽ ഇങ്ങനെ ഒരു സാധനം അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇത് മണ്ണിലേക്ക് വീണ് കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടിക്കലർന്നിട്ട് ഇത് ഒരിക്കലും നശിച്ചു പോകത്തില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഈ ഒരു ഷെല്ലിനകത്ത് പൂമ്പൊടി ഈ മണ്ണിനടിയിൽ കിടക്കും. കാരണം ഈ സ്പോറോ പോളനിൻ എന്ന് പറയുന്ന ആ ഷെല്ലിന്റെ കവറിലുള്ള ബയോ പോളിമർ കെമിക്കലി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. അതുകൊണ്ട് ഇത് ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊന്നും ഏർപ്പെടാതെ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ, ലക്ഷക്കണക്കിന് വർഷങ്ങൾ അതേപടി ഈ മണ്ണിൽ കിടക്കും. അതുകൊണ്ടാണ് ഗവേഷകനായിട്ടുള്ള ഈ സ്റ്റീഫൻ സൊലേക്കിക്ക് ഇത് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിച്ചത്. ഇങ്ങനെ വേർതിരിച്ച് ഈ പൂമ്പൊടി അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ ചെടികൾ, സസ്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ ഒരു അറിവ് നമുക്ക് ലഭിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഗുഹയ്ക്ക് ഉള്ളിൽ കുറച്ച് അകത്തേക്ക് മാറിയിട്ടാണ് ഈ ഷാനിഡാർ 4ന്റെ അവശിഷ്ടങ്ങൾ, അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് മാത്രവുമല്ല, 8 തരം പൂക്കളുടെ പോളൻ ഗ്രെയിൻസ് ആണ് ഇദ്ദേഹത്തിന് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിച്ചത്. ചുരുക്കത്തിൽ ഈ ഒരു ഷാനിഡാർ 4ന്റെ ആ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ആരോ പൂ കൊണ്ടിട്ടതാണ്. അല്ലാതെ ഒരിക്കലും ഈ ഇരുട്ട് നിറഞ്ഞ ഗുഹയ്ക്കുള്ളിൽ 8 തരം പുഷ്പങ്ങൾ ഒരൊറ്റ സ്ഥലത്ത് തന്നെ അതിൻ്റെ പൂമ്പൊടികൾ വീഴാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. ഇവിടെയാണ്, ഇത് വെച്ചിട്ടാണ് ഈ സ്റ്റീഫൻ സൊലേക്കി ഒരു കഥ നമ്മളോട് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഷാനിഡാർ 4ന്റെ ആ ഒരു സ്ഥലത്ത് നിന്ന്, ശവസംസ്കാരം നടത്തിയ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയ്ക്കധികം 8 പൂക്കളുടെയൊക്കെ പൂമ്പൊടികൾ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ആരോ കൊണ്ടുവന്നിട്ടതാണ്. അതായത് ഇത് അന്നത്തെ കാലത്ത് നമ്മൾ ഇന്ന് കാണിക്കുന്നത് പോലെ ഒരാളെ അടക്കിയ സ്ഥലത്ത് കൊണ്ടിട്ട് നമ്മൾ പൂക്കൾ കൊണ്ടുവെക്കുന്ന ഒരു പതിവ് ഈ പറയുന്ന 75,000 വർഷങ്ങൾക്ക് മുമ്പ് നിയാണ്ടർതാലുകൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് സ്റ്റീഫൻ സൊലേക്കി പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പേര്, ഷാനിഡാർ 4 കിടന്നിരുന്ന ആ ഒരു സ്ഥലത്തിന് ഫ്ലവർ ബെറിയൽ എന്നുള്ള പേര് പിന്നീട് വന്നത്. ഇത് ഇവരുടെ കുറച്ചുകൂടി ഉയർന്ന രീതിയിലുള്ള ഒരു സാമൂഹിക വ്യവസ്ഥിതി, ഇവരുടെ ആ ഒരു തലച്ചോറ് കുറച്ചുകൂടെ ഉയർന്ന രീതിയിലായിരുന്നു ഇവർ ചിന്തിച്ചിരുന്നത്
എന്നുള്ളതിന്റെ തെളിവാണ് എന്നാണ് സ്റ്റീഫൻ സൊലേക്കി പറയുന്നത്. ഇത് മാത്രവുമല്ല, ഈ ഷാനിഡാർ 4 കിടന്നിരുന്ന അസ്ഥികൂടം കിടന്നിരുന്ന ആ ഒരു സ്ഥലത്തിന് ഇദ്ദേഹത്തിന്റെ തലയുടെ ഒരു ഭാഗത്ത് ഒരു വലിയ ഒരു കല്ല് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇവർ കുത്തി നിർത്തിയിട്ടുമുണ്ട്. ഇതും അത്രയും വർഷം പഴക്കമുള്ള ഒരു കല്ല് തന്നെയാണ്, അന്നുകൊണ്ട് കുത്തിവെച്ചിരിക്കുന്നതാണ്. ഒന്നുകിൽ ഈ കല്ലിന്റെ കീഴെ കൊണ്ട് ഇദ്ദേഹത്തെ സംസ്കരിച്ചതാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സംസ്കരിച്ച ശേഷം ആ കല്ല് അവിടെ കൊണ്ടുവച്ചതാണ്. ഇതിനും സൊലേക്കി ഒരു കഥ പറയുന്നുണ്ട്. ഇത് ഇവിടെയാണ് ഈ ഷാനിഡാർ 4 സംസ്കരിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ആർക്കോ അറിയണം. അതിനു വേണ്ടിയിട്ടാണ്, ആ ഒരു അടയാളത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കല്ല് കൊണ്ടുവച്ചിരിക്കുന്നത്. ഈ കല്ല് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവര് ഈ മരിച്ച ആളുകളെ ഇവർ ഓർക്കുമായിരുന്നു എന്നുള്ള ഒരു തെളിവ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ പൂക്കൾ കൊണ്ടുവെക്കാനുള്ള സാധ്യതയും ഇദ്ദേഹം ഇതിന്റെ കൂട്ടത്തിൽ നമ്മോട് പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഫ്ലവർ ബേറിയൽ എന്ന് പറഞ്ഞ ഈ ഒരു സിദ്ധാന്തം, ഹൈപ്പോതസിസ്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഗവേഷകർക്കിടയിൽ. സ്റ്റീഫൻ സൊലേക്കി പറയുന്നത് ഈ ഷാനിഡാർ 4 ആ ഒരു ക്ലാനിലെ, ആ ഒരു വർഗത്തിലെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയാവാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബഹുമാനിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല കാരണങ്ങൾ സൊലേക്കി പറയുന്നുണ്ട്. പക്ഷേ എല്ലാ ഗവേഷകരും ഇതങ്ങനെ മുഖവിലയ്ക്ക് എടുത്തില്ല. സൊലേക്കി കണ്ടുപിടിച്ച ബാക്കി പല കണ്ടുപിടുത്തങ്ങളും വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഫ്ലവർ ബെറിയിൽ പലർക്കും ദഹിച്ചില്ല. അവര് ഈ ഷാനിഡാർ 4 അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പൂമ്പൊടിയുടെ സാന്നിധ്യം, ഈ പോളൻ ഗ്രെയിൻസ് എങ്ങനെ വന്നു എന്നുള്ളതിന് മറ്റു പല കാരണങ്ങളാണ് കണ്ടെത്തിയത്. നമുക്കറിയാം, ഈ കരണ്ട് തിന്നുന്ന ചില ജീവികൾക്ക്, മിക്ക ജീവികൾക്കും പൂക്കള്, കായകള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർക്ക് പിന്നീട് ഭക്ഷിക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് ഇവർ പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കുന്ന സ്വഭാവം ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു കരണ്ട് തീനി പേർഷ്യൻ ജേർഡ് എന്നറിയപ്പെടുന്ന ഒരു ജീവി, ഒരു ചെറിയ ജീവിയാണ്. കണ്ടു കഴിഞ്ഞാൽ എലിയെ പോലെ ഇരിക്കും, പക്ഷേ എലിയല്ല. പേർഷ്യൻ ജേർഡ് എന്ന് വിളിക്കുന്ന ഒരു കരണ്ട് തീനിയാണ്. ഈ ജീവിയുടെ പൂർവികര് ഷാനിഡാർ കേവിന്റെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഫോസിലുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എതിർക്കുന്ന ഗവേഷകർ പറയുന്നത് ഇവനാണ്, ഈ പേർഷ്യൻ ജേർഡ് എന്ന് പറഞ്ഞ ഈ കുഞ്ഞ് കരണ്ട് തിന്നുന്ന ജീവിയാണ്. അവനൊരു പക്ഷേ ഈ ഏരിയയിൽ വന്ന് കൂടുകൂട്ടിയോ, അവന്റെ ഒരു ജീവിത മേഖലയായിരിക്കണം ഈ ഒരു സ്ഥലം, ഷാനിഡാർ 4 അടക്കിയിരിക്കുന്ന സ്ഥലം. ഈ ജീവിയാണ് ഇതുപോലെ കായും പൂക്കളും ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്നാണ്, വെച്ചിട്ടുണ്ടാവാനാണ് സാധ്യത എന്നാണ് ഇതിനെ എതിർക്കുന്ന മറ്റൊരു കൂട്ടം ഗവേഷകർ പറയുന്നത്. എന്നാൽ നമ്മുടെ ഈ ഡോക്യുമെന്ററിയിൽ, സീക്രട്സ് ഓഫ് നിയാൻഡർതാൽ എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ, ഇവർ കുറച്ചുകൂടി വിശ്വാസം വരുന്ന രീതിയിലുള്ള ഒരു തെളിവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹൈപ്പോസിസ് ആണ് ഇവരിപ്പോൾ പറയുന്നത്. ഇവർ പറയുന്നത് ഈ ഷാനിഡാർ 4 കിടക്കുന്ന ഷാനിഡാർ കേവും പരിസരവും കാര്യങ്ങളൊക്കെ 75,000 വർഷങ്ങൾക്ക് മുമ്പ്, ഇത് വളരെ വന്യമായ ഒരു സ്ഥലമായിരുന്നിരിക്കണമല്ലോ. 75,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്ത് നിന്ന് ഇവർക്ക് മറ്റു പല ജീവികളുടെ ഫോസിൽസ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം മാംസം കഴിക്കുന്ന, മനുഷ്യനെ ആക്രമിച്ച് ജീവിക്കുന്ന ആ രീതിയിലുള്ള ക്രൂരന്മാരായിട്ടുള്ള ജീവികളുടെ അവശിഷ്ടങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാനിഡാർ കേവിന്റെ പരിസരങ്ങളിലൊക്കെ ഇത്തരം ജീവികളുടെ സാന്നിധ്യം അന്ന് ധാരാളമുണ്ട്. ഷാനിഡാർ 4 എന്ന് പറയുന്ന ഈ ഒരു നിയാൻഡർതാൽ മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ ശരീരാവശിഷ്ടങ്ങൾ ഈ ജീവികൾ ഭക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന നിയാൻഡർതാലുകൾ ഒരു പക്ഷേ മരിച്ചയാളുടെ ഈ ശവശരീരം ഈ ഗുഹയ്ക്കകത്ത് കൊണ്ടുവച്ചിട്ട് ഈ മറ്റ് മാംസപ്രിയരായിട്ടുള്ള മൃഗങ്ങളുടെ ആ ഒരു അറ്റാക്കിൽ നിന്ന് ഈ ഒരു ശരീരത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ശരീരത്തിന്റെ മുകളിൽ കൊണ്ട് ഈ ചില്ലകളൊക്കെ എങ്ങനെയെങ്കിലും വലിച്ചു പറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടിടും. അപ്പോൾ പെട്ടെന്ന് ഒരു ജീവിക്ക് വന്നിട്ട് ഇതിനകത്തുനിന്ന് ഈ ഒരു ശരീരം എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല, അവരതൊന്ന് മാറിപ്പോകും എന്നുള്ളൊരു സിദ്ധാന്തമാണ് ഇവർ പറയുന്നത്. നമുക്കറിയാം, ഈ ആഫ്രിക്കൻ ആനകളൊക്കെ അവർ നടക്കുന്ന വഴികളിലൊക്കെ ഏതെങ്കിലും മൃഗങ്ങൾ ഇങ്ങനെ ചത്ത് കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ മേളിലൊക്കെ ഈ കമ്പും ശിഖരങ്ങളൊക്കെ കൊണ്ടിടുന്നൊരു പതിവ് ഉണ്ട് എന്നുള്ളതിന് നമുക്ക് തെളിവുകളുണ്ട്. നമ്മൾ ചില വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരിങ്ങനെ ചെയ്യുന്നത് കാണാറുണ്ട്. ഇതുങ്ങൾക്കിടയിൽ, ഈ മൃഗങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് നിയാൻഡർതാൽസ്. ഇവരുടെ മനസ്സിലും ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള മൃഗങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ ഷാനിഡാർ 4 മൃതശരീരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇവർ പൂക്കളൊക്കെ ഉള്ള ഏതെങ്കിലും ചില്ലകളായിരിക്കണം ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവിടെ അടക്കിയിരിക്കുന്ന, കൊണ്ടിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാവുക. കാലക്രമേണ ശരീരം ചീഞ്ഞഴുകിപ്പോയി. പക്ഷേ ഇതിന് മുകളിൽ ഉണ്ടായിരുന്ന ഈ ഒരു കമ്പും ചില്ലയൊക്കെ അതും ഉണങ്ങി, അതിലുണ്ടായിരുന്ന പൂക്കൾ അവർ താഴേക്ക് വീണു. പൊടികൾ മുമ്പ് പറഞ്ഞതുപോലെ അതിൻ്റെ ആവരണങ്ങൾ കറക്റ്റായിരുന്നത് കൊണ്ട് വർഷങ്ങളോളം, ലക്ഷക്കണക്കിന് വർഷങ്ങളോളം അഴുകാതെ ഉണങ്ങി അവിടെ തന്നെ കിടക്കുകയും ചെയ്തു. ഇത് നമ്മൾ വീണ്ടെടുക്കുകയും ചെയ്തു. അതാണ് സൊലേക്കി പറയുന്ന ഈ ഫ്ലവർ ബേറിയൽ എന്നാണ് ഇപ്പോൾ ഈ ഡോക്യുമെന്ററിയിൽ ഏറ്റവും പുതിയ കണ്ടുപിടുത്തമായിട്ട് ഇവർ പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് പിറകിൽ ആ സമയത്തുണ്ടായിരുന്ന മറ്റൊരു മനുഷ്യവർഗം, ആ മനുഷ്യവർഗത്തിന്റെ ചിന്താഗതി, ജീവിത രീതി, ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടിട്ടത്, എന്ത് ചിന്താഗതിയാണ് അവരെ നയിച്ചത്, ഇതൊക്കെ നമുക്ക് ഇതുപോലെ ഊഹിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. പക്ഷേ എന്ത് രസമാണ് ഇത്തരം പഠനങ്ങൾ, ഈ ഫോസിലുകൾ
ഇതിൻ്റെ പഴയ അവശിഷ്ടങ്ങൾ, നിയാണ്ടർത്താലുകൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നൊക്കെ ഈ സയൻറ്റിസ്റ്റുകൾ, ഗവേഷകരൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചെടുക്കുന്നത്, അവരെങ്ങനെയാണ് അനുമാനിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്ത് രസമാണ്. ഈ ഒരു ഡോക്യുമെൻ്ററി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും 75,000 വർഷങ്ങൾ പുറകിലേക്ക് പോവുക തന്നെ ചെയ്യും. 1960 നമ്മുടെ ഈ സ്റ്റീഫൻ സൊലേക്കി ഈ ഷാനിഡാർ 4ൻ്റെ ആ ഒരു അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതും ഈ ഫ്ലവർ ബെറിയൽ ഹൈപ്പോസിസ് ലോകത്തോട് പറയുന്നതും. ഇതിന് ശേഷം വിവാദങ്ങളായല്ലോ. അപ്പോൾ അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഈ ഷാനിഡാർ കേവിൽ വന്നിട്ട് പര്യവേഷണങ്ങൾ നടത്തണം എന്നുള്ള ആഗ്രഹം സ്റ്റീഫൻ സൊലേക്കിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന് തൻ്റെ ജീവിതകാലത്ത് പിന്നീട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് സാധിച്ചില്ല. 1961 മുതൽ 70 വരെയും നടന്ന ഇറാഖി കുർദിഷ് യുദ്ധം, പിന്നീട് നടന്ന ഗൾഫ് വാർ, അത് കഴിഞ്ഞിട്ട് 2011 വരെയും ഉണ്ടായിരുന്ന ഇറാഖ് യുദ്ധം, ഇതിനുശേഷം ഈ ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് നടന്നിട്ടുള്ള യുദ്ധങ്ങൾ, ഇങ്ങനെ തുടർച്ചയായിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് യുദ്ധങ്ങൾ ഈ ഒരു മേഖലയിൽ അരങ്ങേറി. ഓർക്കുക, ഇത്രയും വലിയ യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഹോമോ സാപ്പിയൻസ് നടത്തുമ്പോൾ 75,000 വർഷങ്ങൾ, 1,00,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മറ്റൊരു മനുഷ്യവർഗമായിട്ടുള്ള നിയാണ്ടർതാൾസിൻ്റെ അസ്ഥികൂടങ്ങൾ ഇതൊന്നും അറിയാതെ ഷാനിഡാർ ഗുഹയിൽ നിദ്ര പ്രാപിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാണിക്കുന്ന പല കാര്യങ്ങളുടെയും അർത്ഥശൂന്യത നമുക്ക് മനസ്സിലാക്കാം. എന്താണെങ്കിലും ഇത്രയും വലിയ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഷാനിഡാർ ഗുഹയും പരിസരങ്ങളും ഒക്കെ ഇതിലൊന്നും പെടാതെ, ഭാഗ്യത്തിന് ഇതിലൊന്നും പെടാതെ മാറിക്കിടക്കുകയായിരുന്നു. ഇതിനുള്ളിലെ നിയാണ്ടർതാലുകളും അവരുടെ രഹസ്യങ്ങളും അവിടെ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരെങ്കിലും വാ, പുതിയ ആരെങ്കിലും വാ, ഇതിൽ നിന്ന് കൂടുതൽ കഥകൾ ചെകഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വാ എന്നും പറഞ്ഞിട്ട് ഈ ഷാനിഡാർ ഗുഹ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. പക്ഷേ ഈ ഷാനിഡാർ ഗുഹയുടെ രഹസ്യങ്ങളുടെ താക്കോല് കണ്ടെത്തിയിട്ട് ആദ്യമായിട്ട് ഇത് തുറന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മോട് വിളിച്ചു പറഞ്ഞ സ്റ്റീഫൻ സൊലേക്കി 2019 അന്തരിച്ചു. അങ്ങനെ ഈ സ്റ്റീഫൻ സൊലേക്കി മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് ഇദ്ദേഹത്തിന് ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഇറാഖി കുർദിഷ് പ്രവിശ്യയിലെ സർക്കാർ എന്ത് ചെയ്തു? പുതിയൊരു ഗവേഷകനെ ഈ ഷാനിഡാർ ഗുഹയിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ്. ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് പ്രൊഫസർ ഗ്രെയിം ബാർക്കർ. ഈ ബാർക്കറും സംഘവും നമ്മുടെ സ്റ്റീഫൻ സൊലേക്കി എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നാണ് വീണ്ടും തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയ ഈ ബാർക്കർക്കും സംഘത്തിനും മറ്റൊരു നിയാണ്ടർതാലിൻ്റെ അസ്ഥികൂടമാണ് ലഭിച്ചത്. അവർ അതിന് വേറൊരു പേരാണ് കൊടുത്തത്, ഷാനിഡാർ സെഡ്. ഈ ഷാനിഡാർ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള അസ്ഥികൂടമായിരുന്നു ഈ ഷാനിഡാർ സെഡിൻ്റേത്. 75,000 വർഷങ്ങൾക്ക് മുകളിൽ ഉള്ള ഏതോ ഒരു കാലഘട്ടത്തിലാണ് ഈ ഷാനിഡാർ ഇസഡ് ജീവിച്ചിരുന്നത്. നോക്കിക്കേ, ഷാനിഡാർ ഇസഡ് മരിച്ച് മണ്ണിനടിയിലായ ശേഷം ഈ ഭൂമിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്. അതിനുശേഷം ഒരു 35,000 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഷാനിഡാർ ഇസഡ് ഏത് വംശത്തിലാണോ പിറന്നത്, നിയാണ്ടർതാൽസ്, അവർ തന്നെ, ആ വംശം തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി. അതിനുശേഷം ഇവർ താമസിച്ചിരുന്ന ഈ ഒരു ഗുഹയിലേക്ക് മറ്റൊരു മനുഷ്യവംശമാണ് കടന്നു വരുന്നത്, ഹോമോ സാപ്പിയൻസ്. ഹോമോ സാപ്പിയൻസ് പിന്നീട് ലോകം മുഴുവനും വ്യാപിക്കുന്നു, മറ്റു മനുഷ്യവംശങ്ങൾ ഇല്ലാതാകുന്നു, വലിയ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു, കൊടും വരൾച്ചകൾ ഉണ്ടാകുന്നു, പല പല ഹിമയുഗങ്ങൾ വന്നു പോകുന്നു. ഈ സമയത്തെല്ലാം ഷാനിഡാർ ഗുഹയെന്ന് പറയുന്ന ഈ ഒരു സിമിത്തേരിക്കകത്ത് ഈ ഷാനിഡാർ ഇസഡിൻ്റെ ഈ അസ്ഥികൂടവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആരും അറിയാതെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. സാഹിത്യം നിർത്തിയിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഷാനിഡാർ ഇസഡ് ഏതാണ്ട് 40 വയസ്സിനടുത്ത് പ്രായമുണ്ടായിരുന്ന ഒരു സ്ത്രീയായി. ഏതാണ്ട് 5 അടി ഉയരമാണ് ഈ ഷാനിഡാർ ഇസഡിന് ഉണ്ടായിരുന്നത്. നിയാണ്ടർതാൽസിന് പൊതുവെ ഉയരം കുറവാണ്. ഇതിന് ഏതാണ്ട് ഈ ഒരു സ്ത്രീക്ക് ഏതാണ്ട് ഒരു 5 അടി ഉയരം ഉണ്ടായിരുന്നു. പക്ഷേ തലയാകെ പപ്പടം പോലെ പൊടിഞ്ഞ് തകർന്നു കിടക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു അവശിഷ്ടം അവിടെ കിടന്നിരുന്നത്. ഒരു കാര്യം ഓർക്കണം, ഇവർ ഈ ഗുഹയ്ക്കകത്ത് കൊണ്ടുവന്ന് ഈ ഒരു ബോഡി കൊണ്ട് ഇടുകയോ അല്ലെങ്കിൽ അവിടെ വെച്ച് മരണപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിയാണ്ടർതാലുകൾ ഇത് കുഴിച്ചിടുന്ന പരിപാടിയൊന്നുമില്ല, ഇതവിടെ കൊണ്ട് ഇട്ടിട്ട് പോവുക ചെയ്യുക. അപ്പോൾ ഇതിന് ശേഷം ഈ ഗുഹയുടെ മുകളിൽ നിന്ന് പാറക്കല്ലുകളൊക്കെ താഴേക്ക് വീണിട്ടുണ്ടാവണം. അങ്ങനെ ഏതെങ്കിലും പാറ വീണിട്ടാണ് ഈ ഒരു ഷാനിഡാർ ഇസഡിൻ്റെ ആ ഒരു സ്ത്രീയുടെ തലയോട്ട് തകർന്നു പോയത് എന്നാണ് നമ്മളിപ്പോൾ ഊഹിക്കുന്നത്. പക്ഷെ ഗവേഷകർ എന്ത് ചെയ്തു? ഈ തകർന്നു പോയ ആ തലയോട്ടിയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും ഇവർ വളരെയധികം ശ്രദ്ധിച്ച് മാസങ്ങൾ കൊണ്ട് ഇതിനകത്ത് നിന്ന് ഇവർ ചീകി പെറുക്കിയെടുത്തു. ഇങ്ങനെ ഇവർ പെറുക്കിയെടുത്ത ഈ ഒരു എല്ലിൻ കഷ്ണങ്ങൾ, തലയോട്ടിയുടെ ഭാഗങ്ങൾ പിന്നീട് കറക്റ്റായിട്ട് യോജിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഇവർ പിന്നീട് ഇവിടെ നിന്ന് ഈ ഒരു ഇറാഖിൽ നിന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഗവേഷണശാലയിൽ വെച്ചിട്ടാണ് ഈ ഷാനിഡാർ ഇസഡിൻ്റെ തകർന്നുപോയ തലയോട്ട് ഇവർ അതായത് വീണ്ടും ഇത് സംയോജിപ്പിച്ചിട്ട് ആ ഒരു രീതിയിലേക്ക് ആക്കാനായിട്ട് ശ്രമിച്ചത്. ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സീക്രട്സ് ഓഫ് നിയാണ്ടർതാൽ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഈ ഷാനിഡാർ ഇസഡിൻ്റെ പല്ലുകൾ പഠിച്ച ശേഷമാണ്, പല്ലുകളുടെ ഘടന, അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പഠിച്ച ശേഷമാണ് ഇതൊരു സ്ത്രീയാണെന്നും സ്ത്രീയുടെ എത്രത്തോളം പ്രായമുണ്ടായിരുന്നു എന്നുള്ളതും
ഇവരെന്തൊക്കെ സാധനങ്ങളാണ് ആ സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഗവേഷകർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ അവസാനം ഇവർ ഈ ചിതറിപ്പോയ ഷാനിഡാർ ഇസഡിന്റെ തലയോട്ടിയുടെ ഭാഗങ്ങൾ ഏതാണ്ട് കറക്റ്റായിട്ട് തന്നെ സംയോജിപ്പിക്കുകയും ആ ഒരു തലയോട്ടി ഇവർ വീണ്ടും പുനർസൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ തകർന്നു പോയ തലയോട്ടി കഷ്ണങ്ങളിൽ നിന്ന് തലയോട്ടി പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെങ്കിൽ ഈ മുഖം തന്നെ ഇവർക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പുനർനിർമ്മിക്കാനായിട്ട് സാധിക്കില്ലേ എന്നായിരുന്നു ഗവേഷകരുടെ അടുത്ത ചിന്ത. ഒരു തലയോട്ടി വെച്ചിട്ട് ആ രൂപം എങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. ഇവർ ഈ ഒരു പണി ഏൽപ്പിച്ചത് ഡച്ച് സഹോദരന്മാരായിട്ടുള്ള കെന്നിസ് ബ്രദേഴ്സിനെയാണ്. ലോക പ്രശസ്തരായിട്ടുള്ള പാലിയോ ആർട്ടിസ്റ്റുകളാണ് കെന്നിസ് ബ്രദേഴ്സ്. അതായത് ഈ ഇതുപോലുള്ള പഴയ അസ്ഥികൂടങ്ങളും തലയോടുകളും ഒക്കെ വെച്ചിട്ട് ഇവർ അതിൻ്റെ ആ ഒരു ജീവിയുടെ ആ ഒരു ഏകദേശ രൂപം പുനർനിർമ്മിക്കുന്ന പണി, അതാണ് പാലിയോ ആർട്ടിസ്റ്റുകൾ. അങ്ങനെ പാലിയോ ആർട്ടിസ്റ്റുകളായിട്ടുള്ള കെന്നിസ് ബ്രദേഴ്സ്, 2 സഹോദരന്മാരാണ്. അവരെയാണ് ഈ ഒരു ഷാനിഡാർ ഇസഡിന്റെ തലയോട്ടി കൊടുത്തിട്ട് ഇതിൽ നിന്ന് അവരെങ്ങനെ ഇരിക്കും എന്നുള്ളൊരു രൂപം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവർ ഏൽപ്പിച്ചത്. ഇവരെന്ത് ചെയ്തു? കെന്നിസ് ബ്രദേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 3D പ്രിന്റിങ്, AI ടെക്നോളജി, അങ്ങനെയുള്ള സകല കാര്യങ്ങളും ഇവരുടെ അറിവുകളും ബുദ്ധിയും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ ഷാനിഡാർ ഇസഡിന്റെ മുഖം ഇവർ റീക്രിയേറ്റ് ചെയ്തത്. ഷാനിഡാർ ഇസഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മുഖം വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ നിയാൻഡർതാൾസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കുറച്ച് ചിത്രങ്ങളും, അതായത് ഊഹം വെച്ചിട്ട് ആളുകൾ വരച്ച ചിത്രങ്ങളും ഇപ്പോൾ കാണുന്ന ഷാനിഡാർ ഇസഡിന്റെ റീക്രിയേറ്റ് ചെയ്ത മുഖവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആദ്യം ഉണ്ടായിരുന്നതെല്ലാം പ്രാകൃത മനുഷ്യർ പോലെ ഒരു മുഖത്തൊരു വികാരമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കുറച്ച് ചിത്രങ്ങളാണ് നമുക്ക് ലഭിക്കുക വെറും നിയാൻഡർതാൾസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഷാനിഡാർ ഇസഡ് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് കുറച്ചുകൂടെ മാനസിക വികാരമുള്ള മുഖമുള്ള ഒരു സ്ത്രീയുടെ ചിത്രമാണ് നമുക്ക് ലഭിക്കുക. ഇവിടെയാണ് അടുത്ത വിവാദം തുടങ്ങുന്നത്. നമ്മൾ ഓർക്കുക, 10,75,000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മറ്റൊരു വംശത്തിൽ, നിയാൻഡർതാലിൽ ഉണ്ടായ ഒരു സ്ത്രീയുടെ മുഖമാണ് ഇവർ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് എങ്ങനെയാണ് മാനുഷികമായ വികാരങ്ങളുള്ള ഈ ഒരു മുഖം ഉണ്ടാകുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം. അന്നത്തെ ആളുകൾ, നമ്മുടെ അത്രയും ബുദ്ധിയൊന്നും വികസിക്കാത്ത ഒരു ജനത, 75,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ ഒരു ജനതയുടെ മുഖത്തെ വികാരം ഇന്നത്തെ രീതിയിൽ ചിന്തിച്ചത് കൊണ്ടാണ് ഈ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എന്നാണ് വിമർശകർ പറയുന്നത്. അതായത് വിമർശകർ പറയുന്നത് ഇവിടെ സയൻസ് അല്ല, ആർട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്, പ്യുവർ സയൻസ് അല്ല വർക്ക് ചെയ്തിരിക്കുന്നത്, ഈ വികാരം ഇങ്ങനെയൊന്നുമല്ല. അങ്ങനെ പല ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെ ഇതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഷാനിഡാർ ഇസഡിൻ്റെ ഈ ഒരു മുഖം ഇവർ റീക്രിയേറ്റ് ചെയ്തത് ഇതിനൊന്നുമല്ല. എന്തിനാണ്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഷാനിഡാർ 1, ഷാനിഡാർ 3, ഷാനിഡാർ 4, ഷാനിഡാർ ഇസഡ് വെറും അസ്ഥികൂടങ്ങളുടെ പേരാണ്. നമ്മുടെ തന്നെ സഹോദര വംശത്തിൽപ്പെടുന്ന ഈ ഒരു നിയാൻഡർതാലുകളെ നമ്മൾ ഇങ്ങനെയുള്ള പേരുകളൊക്കെ വെച്ചിട്ടാണ് വിളിക്കുന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും, നമ്മൾ ഇത്രയും നേരം പറഞ്ഞപ്പോഴും, ഈ ഷാനിഡാർ 1, 2, 3, ഇസഡ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കുറേ അസ്ഥികൂടങ്ങളാണ്. പക്ഷേ ഇവർ ഷാനിഡാർ ഇസഡിനെ റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഒരു മനുഷ്യൻ്റെ രൂപം തെളിഞ്ഞു വന്നു. ഇവർ നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യ സമാനമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള മറ്റൊരു വർഗമാണ്. ഇവരെ ഇങ്ങനെ അസ്ഥികൂടങ്ങളായിട്ടല്ല, ഇതുപോലെ മുഖമുള്ള മനുഷ്യരൂപമായിട്ട് നമ്മൾ കാണണം. ഇതിനു വേണ്ടിയിട്ടാണ് ഇവരിത് റീക്രിയേറ്റ് ചെയ്തത്. അല്ലാതെ ഇത് ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞല്ല ഈ ഗവേഷകർ ഇത് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ അവർ മനുഷ്യരാണ് എന്നുള്ള വികാരം ഉണ്ടാക്കുവാൻ വേണ്ടി തന്നെയാണ്. ആ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വികാരം ഉണ്ടാവും. ആ കാര്യത്തിൽ അവർ വിജയിക്കുക തന്നെ ചെയ്തു. അങ്ങനെ ഇതിനു ശേഷം നമ്മുടെ ഈ ഡോക്യുമെൻ്ററി നമ്മെ കൊണ്ടുപോകുന്നത് ഫ്രാൻസിലെ ബ്രൂണിക്കൽ കേവിലേക്കാണ്. ഈ ബ്രൂണിക്കൽ കേവ് ഒരു പൗരാണിക ഗുഹ തന്നെയാണ്. ഏതോ യുഗത്തിൽ ഇതിൻ്റെയും കവാടങ്ങളൊക്കെ അടഞ്ഞുപോയ ഒരു ക്ലോസ്ഡ് ആയി പോയിട്ടുള്ള ഒരു ഗുഹയാണ്. 1990കളിലാണ് ഈ ഒരു ഗുഹയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. പക്ഷേ 2016 മാത്രമാണ് ഈ ഗുഹയ്ക്ക് നിയാൻഡർതാലുകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നത്. ഈ ഗുഹയിലേക്ക് ഒരു വിധത്തിൽ കെട്ടിയിറങ്ങി നുഴഞ്ഞു കയറിയ ഗവേഷകർ ഇതിനുള്ളിൽ കണ്ട, വിശാലമായിട്ടുള്ളൊരു ഗുഹയാണ്, ഇതിനുള്ളിൽ കണ്ട ഒരു കാഴ്ച കണ്ടിട്ട് അവരൊന്ന് ഞെട്ടി. ഈ ഗുഹയ്ക്കുള്ളിൽ അനേകം സ്റ്റെലാഗ്മെറ്റുകളുണ്ട്. ഈ സ്റ്റെലാഗ്മെറ്റുകൾ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ മാമത്ത് ഗുഹ എന്ന് പറയുന്ന ആ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അതായത് ഗുഹയുടെ മുകളിൽ നിന്ന് വെള്ളവും മറ്റു പദാർത്ഥങ്ങളൊക്കെ ഇറ്റിറ്റ് താഴേക്ക് വീഴും. അതിങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ വീണ് കഴിഞ്ഞാൽ അതിങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് ഉയർന്ന് വന്നിട്ട് അറ്റം കൂർത്ത രീതിയിലുള്ള ഒരു അഗ്രഭാഗമൊക്കെ ഉള്ള ഒരു റോക്ക് ഫോർമേഷൻ ഉണ്ടാവും താഴെ നിന്ന് മുകളിലേക്ക്. അതിനെയാണ് നമ്മൾ സ്റ്റെലാഗ്മെറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം അനേകം സ്റ്റെലാഗ്മെറ്റുകൾ നമ്മുടെ ഈ ബ്രൂണിക്കൽ ഗുഹയ്ക്ക് ഉള്ളിൽ ഉണ്ട്. മണ്ണും പിന്നെ കാൽസ്യം കാർബണേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന സ്റ്റെലാഗ്മെറ്റുകളിൽ ഉള്ളത്.
ഇങ്ങനെ ആയിരക്കണക്കിന് സ്റ്റെലാഗ്മെറ്റുകൾ ഇവർ കണ്ടെങ്കിലും ഇതിനുള്ളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് സ്റ്റെലാഗ്മെറ്റുകൾ ഒരു പ്രത്യേക രീതിയിൽ കിടക്കുന്നത് കണ്ടിട്ടാണ് ഇവർക്ക് അത്ഭുതം ഉണ്ടായത്. ഈ ഗുഹയ്ക്കുള്ളിൽ 1-2 സ്ഥലങ്ങളിൽ സ്റ്റെലാഗ്മെറ്റുകൾ കറക്റ്റ് വൃത്താകൃതിയിൽ റൗണ്ട് ആ ഒരു ആകൃതിയിലാണ് ഈ സ്റ്റെലാഗ്മെറ്റുകൾ കിടക്കുന്നത്. ഇവർ ഇങ്ങനെ പല ഗുഹകളിൽ കയറിയിട്ടുള്ള പരിവേഷകരാണ്. പക്ഷെ ഒരു ഗുഹയിലും സ്റ്റെലാഗ്മെറ്റുകൾ ഈ ഒരു ഫോർമേഷനിൽ വൃത്താകൃതിയിൽ കിടക്കുന്നത് ഇവർ കണ്ടിട്ടില്ല. ഇവർ പക്ഷേ ഇത് കാര്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ആരോ ഈ സ്റ്റെലാഗ്മെറ്റുകൾ ഈ നിലത്ത് നിന്ന് പറിച്ചെടുത്തിട്ട് വൃത്താകൃതിയിൽ ഇങ്ങനെ കൊണ്ട് അടുക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇത് നാച്ചുറലായിട്ട് പ്രകൃതിയാൽ ഉണ്ടായ ഒരു സംഭവമല്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഈ ഗുഹയിൽ, അതായത് അത്രയും വർഷങ്ങൾ മുമ്പ് തന്നെയും ഇതിന്റെ ഗുഹാമുഖം അടഞ്ഞു പോയതാണ്. അങ്ങനെ ഒരു ഗുഹയിൽ ഇതാരാണ് ഇത്ര വൃത്താകൃതിയിൽ ഈ സ്റ്റെലാഗ്മെറ്റുകൾ കൊണ്ട് വെച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ ഈ സ്റ്റെലാഗ്മെറ്റുകളുടെ ചില ഭാഗങ്ങളിൽ കരിഞ്ഞ പാട് ഇവർക്ക് കാണാനായിട്ട് സാധിച്ചു. അതായത് ഈ ഗുഹയ്ക്കുള്ളിൽ തീ പല സ്ഥലത്തും കത്തിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, കരിഞ്ഞ ചില മൃഗങ്ങളുടെ എല്ലിൻ കഷ്ണങ്ങളും ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് എന്നാണ് ഈ തീ ഉണ്ടായത് എന്നുള്ളതും ഈ എല്ലിന്റെ കാലപ്പഴക്കവും നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ഇത് ആരാണ് കത്തിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആധുനിക രീതികൾ, സങ്കേതങ്ങൾ, ഉപകരണങ്ങളെല്ലാം വെച്ചിട്ട് ഇവര് ഈ പറഞ്ഞതിന്റെ എല്ലാം കാലപ്പഴക്കം നിർണ്ണയിച്ചു. ഇവർക്ക് കിട്ടിയ ഉത്തരം 1,75,000 വർഷങ്ങൾ, 1,76,000, 75,000 വർഷങ്ങൾ എന്നാണ്. 1,76,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ബ്രൂണക്കൽ ഗുഹയുടെ ഭാഗങ്ങളിൽ ഒരേ ഒരു മനുഷ്യവർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നിയാണ്ടർത്താലുകളാണ്. ഇങ്ങനെ വൃത്താകൃതിയിൽ സ്റ്റെലാഗ്മെറ്റുകൾ കൊണ്ടുവെക്കണം എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യബുദ്ധി അതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവണം. ഉറപ്പായിട്ടും അത് നിയാണ്ടർത്താലുകൾ തന്നെയാണ്. എന്നാൽ വീണ്ടും 1,00,000 വർഷങ്ങൾ ഇങ്ങോട്ടേക്ക്, കുറച്ച് മുമ്പോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് മറ്റൊരു മനുഷ്യവംശം എത്തിയിട്ടുണ്ട്, ഹോമോ സാപ്പിയൻസ്. പക്ഷേ ആ ഒരു സമയത്ത് പോലും ഹോമോ സാപ്പിയൻസ് ഗുഹയ്ക്കുള്ളിൽ ഈ രീതിയിലുള്ള ഫോർമേഷൻസ് ഉണ്ടാക്കുന്നതോ തീ കത്തിക്കുന്നതോ ഒന്നും നമുക്ക് അങ്ങനെയുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല. പക്ഷേ അതിനു മുമ്പുണ്ടായിരുന്ന നിയാണ്ടർത്താലുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഈ ബ്രൂണക്കൽ ഗുഹയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഈ ഗുഹ ഇവർ സ്ഥിരവാസത്തിന് ഉപയോഗിച്ചൊരു ഗുഹയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അതങ്ങനെ അതിന് പറ്റിയൊരു ഗുഹയല്ലത്. ഈ പറയുന്ന സ്റ്റെലാഗ്മെറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് സ്ഥിര താമസത്തിന് പറ്റില്ല. ഇവർ ഒരു ഇടത്താവളമായിട്ട്, ഹണ്ടിങ്ങിന് ഇടയ്ക്ക് വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാകാനാണ് സാധ്യത, ഒരു ഗുഹയാകാനാണ് സാധ്യത. അത് മാത്രമല്ല, ഈ ഗുഹയ്ക്കുള്ളിലേക്ക് കുറേയേറെ ദൂരം കയറിയ ശേഷമാണ് ഈ സ്റ്റെലാഗ്മെറ്റുകൾ വൃത്താകൃതിയിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം ഇവർ കണ്ടെത്തിയത്. അവിടം വരെയും ഇരുട്ട് നിറഞ്ഞ ഈ ഗുഹയിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഇന്ന് കത്തിക്കുന്ന പോലെ ചൂട്ടുകട്ടയോ പന്തോ അങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിൽ തീ കത്തിച്ച് മാത്രമേ ഇതിനകത്തേക്ക് വരാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് തീ കത്തിച്ച് ഇവർ ഇതിനകത്ത് കയറുകയും ഈ സ്റ്റെലാഗ്മെറ്റുകൾ വൃത്താകൃതിയിൽ വെക്കുകയും ഇവിടെ വെച്ച് എന്തൊക്കെയോ അവർ ചുട്ടെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തീ വെച്ചിട്ട് ഇവരെന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിവാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. അതായത് 1,76,000 വർഷങ്ങൾക്ക് മുമ്പ് നിയാണ്ടർത്താലുകൾക്ക് തീ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട്, നിയന്ത്രിക്കാനായിട്ട് അറിയാമായിരുന്നു. അത് വെച്ചിട്ട് ഇരുട്ട് നിറഞ്ഞ ഗുഹയ്ക്കുള്ളിൽ കയറാനായിട്ട് ഇവർക്ക് അറിയാമായിരുന്നു. എന്തിനോ വേണ്ടിയിട്ട്, എന്തോ ആചാരത്തിന്റെ ഭാഗമായിട്ടോ എന്തിനോ വേണ്ടിയിട്ട് ഇവർ വൃത്താകൃതിയിൽ സ്റ്റെലാഗ്മെറ്റുകൾ എടുത്ത് വെക്കുകയും അതിന് നടുവിൽ ഇവർ ഈ മൃഗങ്ങളെ ചുട്ട് കഴിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ചില ഗവേഷകർ ഇതൊരു ആചാര രീതിയുടെ ഭാഗമായിട്ട്, അതായത് 1,76,000 വർഷങ്ങൾക്ക് മുമ്പ് ആചാരം എന്ന് പറഞ്ഞ രീതിയിൽ ഒരു മതമോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ തെളിവാണ് ഇങ്ങനെ വട്ടം കൂടിയിരിക്കുന്നത്. ഇതിന് ഇവർ ഒരു സമാനമായിട്ടുള്ളൊരു കാര്യം പറയുന്നത്, നമ്മുടെ നേറ്റീവ് അമേരിക്കൻസ് അവരുടെ പഴയകാല ചിത്രങ്ങളും കാര്യങ്ങളും അവരുടെ ആചാര രീതികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഗുഹയ്ക്കുള്ളിൽ വട്ടം കൂടിയിരിക്കുകയും വട്ടത്തിൽ കല്ലുകളൊക്കെ പാകി വെക്കുകയും അതിന് അവിടെ വെച്ചിട്ട് ആചാര രീതികൾ, ഇവരുടെ ദൈവങ്ങളെ ദേവന്മാരെ ആരാധിക്കുന്ന രീതിയൊക്കെ നേറ്റീവ് അമേരിക്കൻസിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഇവർക്കും അങ്ങനെ ഒരു സാധ്യത, ഇവരെന്തോ എന്തിനെങ്കിലും ഇവർ ആരാധിക്കുന്നുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ തീ ഇവർക്ക് ദേവനായിരുന്നു, ഇതൊന്നും നമുക്കറിയില്ല. ഇതൊക്കെ നമ്മുടെ ഊഹങ്ങൾ മാത്രമാണ്. ഈ മനുഷ്യബുദ്ധിക്ക് നിയാണ്ടർത്താലിൻ്റെ ചിന്താഗതിയെ നമ്മൾ അവലോകനം ചെയ്യുക എന്ന് പറയുന്നത് അതത്ര ശരിയാകുന്ന ഒരു പണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും 1,00,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അവരുടെ ആ ഒരു ചിന്താഗതികൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള വേറെ ഏതെങ്കിലും ഒരു വഴിയിലായിരിക്കും അത് സഞ്ചരിച്ചിട്ടുണ്ടാവുക. എന്താണെങ്കിലും ഇതൊക്കെ നമ്മുടെ ഊഹങ്ങൾ മാത്രമാണ്. നമുക്കിതിനകത്ത് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യം, ബ്രൂണക്കൽ ഗുഹയിൽ 1,76,000 വർഷങ്ങൾക്ക് മുമ്പ് നിയാണ്ടർത്താലുകൾ വന്നു പോയിരുന്നു. അവർ സ്റ്റെലാഗ്മെറ്റുകൾ വൃത്താകൃതിയിൽ എടുത്തു വെച്ചിരുന്നു. അതിന് നടുക്കിട്ട് എന്തൊക്കെയോ ചുട്ട് ഭക്ഷിച്ചിരുന്നു. ഇത്രയും മാത്രമാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത് മാത്രമല്ല, ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗുഹയ്ക്കകത്തോട്ട് ഈ തീയൊക്കെ വെച്ചിട്ട് കയറണം എന്നുണ്ടെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അങ്ങനെയുള്ള ആശയവിനിമയങ്ങൾ നടത്തിയാൽ മാത്രമേ ഇവർക്ക് പറ്റുകയുള്ളൂ. ഈ നിയാണ്ടർത്താലുകൾ ഏത് രീതിയിലുള്ള ഭാഷ, എങ്ങനെയാണ് ഇവർ സംസാരിച്ചിരുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് യാതൊരു ഊഹവുമില്ല.
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് വാക്കുകളൊക്കെ പറയാനായിട്ട് പറ്റും. അത് വെച്ചിട്ട് ആംഗ്യ ഭാഷയിലും ഒച്ച ഈ ശബ്ദമൊക്കെ ഉണ്ടാക്കി ചില വാക്കുകളൊക്കെ പറയുകയും അങ്ങനെയൊക്കെയാണ് ഇവർ ആശയവിനിമയം നടത്തിയിട്ടുണ്ടാവുക. നമ്മുടേതുപോലെ ഇതുപോലെ വലിയ വലിയ അർത്ഥങ്ങൾ വരുന്ന രീതിയിലുള്ള കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസ് ഒന്നും പറയാനായിട്ട് ഇപ്പം ഈ ഞാൻ ഈ കിടന്ന് പ്രസംഗിക്കുന്നത് പോലെ പറയാനൊന്നും നിയാണ്ടർത്താലുകൾക്ക് പറ്റില്ല. പക്ഷെ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ വാക്കുകളും അത് കൂട്ടി യോജിപ്പിച്ചുള്ള ചില ആംഗ്യങ്ങൾ, ശബ്ദങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് ഇവർ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതിനുള്ള തെളിവും കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു ഗുഹയ്ക്കകത്തൂടെ ഈ തീയൊക്കെ കത്തിച്ച് കയറുമ്പോഴേക്കും ഇതുപോലെ ആശയവിനിമയം നടത്തിയാൽ മാത്രമേ ഇതൊക്കെ സാധ്യമാവുള്ളൂ എന്നുള്ള അനുമാനത്തിൽ നിന്നാണ് ഇവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാം എന്ന് നമ്മൾ ഊഹിക്കുന്നത്. അത് മാത്രമല്ല, ഒരു സമൂഹം എങ്ങനെ രൂപപ്പെടുന്നു, അതൊരു ഗ്രൂപ്പ് എങ്ങനെ രൂപപ്പെടുന്നു, ആ ഗ്രൂപ്പ് രാത്രി കാലങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഈ ഗ്രൂപ്പിനകത്ത് ആളുകൾ ഇരുന്നിട്ട് അവരെന്തെങ്കിലുമൊക്കെ വർത്തമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവണം, ആശയവിനിമയം നടന്നിട്ടുണ്ടാവണം. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹം എങ്ങനെ 1,75,000 വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ഈ ബ്രൂണക്കൽ ഗുഹയിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിനുശേഷം ഡോക്യുമെന്ററി വീണ്ടും നമ്മുടെ പഴയ ഷാനിഡാർ ഗുഹയിലേക്ക് തന്നെയാണ്, ഇറാഖിലെ കുർദിസ്ഥാനിലുള്ള ഷാനിഡാർ ഗുഹയിലേക്ക് തന്നെയാണ് നമ്മെ കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് ഇവർക്ക് വീണ്ടും അസ്ഥികൂടങ്ങൾ നിയാണ്ടർതാൽസിന്റെ കിട്ടുന്നുണ്ട്. അതൊക്കെ ഈ ഷാനിഡാർ 4ഉം ഷാനിഡാർ സെഡ് എന്ന് പറഞ്ഞ നമ്മുടെ ആ അവസാനത്തെ സ്ത്രീയും ഒക്കെ കിടക്കുന്ന അതേ സ്ഥലത്തു നിന്ന് തന്നെയാണ്. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടെ ഊഹിക്കാൻ പറ്റി. ഷാനിഡാർ ഗുഹയിൽ ഇവർ സ്ഥിരമായിട്ട് ശവശരീരങ്ങൾ കൊണ്ടിടുന്നുണ്ട്. അവരുടെ ഒരു സിമിത്തേരി എന്ന് വേണേൽ പറയാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായിരുന്നു ഷാനിഡാർ കേവ്, അല്ലെങ്കിൽ അവരുടെ ഒരു പുണ്യ സ്ഥലമായിരുന്നു ഷാനിഡാർ കേവ് എന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ച ഈ നിയാണ്ടർതാലുകളുടെ അവശിഷ്ടങ്ങൾ അതെല്ലാം പല നൂറ്റാണ്ടുകളിൽ, പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് ഗ്യാപ്പിൽ ജീവിച്ചിരുന്ന പല നിയാണ്ടർതാലുകളുടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരുമിച്ച് ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചതൊന്നുമല്ല. പലപ്പോഴായിട്ട് പല നൂറ്റാണ്ടുകളിൽ വന്ന് നമുക്ക് കിട്ടിയ അസ്ഥികൂടങ്ങളാണ്. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇവർ ഇവിടെ കൊണ്ടിട്ടതാണോ, അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് നിയാണ്ടർതാലുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഇവർ പലപ്പോഴായിട്ട് ഇവിടെ കൊണ്ടിട്ടിരുന്നതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഷാനിഡാർ കേവ് നിയാണ്ടർതാലുകൾക്ക് പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു. ഈ ഗുഹയിലും ഇതിൻ്റെ പരിസരങ്ങളിലുമായിട്ടാണ് ഈ ഗ്രേറ്റ് സാബ് നദിയുടെ തീരങ്ങളിൽ ഉണ്ടായിരുന്ന നിയാണ്ടർതാലുകൾ ജീവിച്ചിരുന്നത്, അവരാളുകളെ അടക്കിയിരുന്നത്. ഇത്തരം കാര്യം നമുക്ക് വ്യക്തമായിട്ട് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഡോക്യുമെന്ററിയിൽ നിന്ന് വെളി ചാടിയിട്ട് തിരിച്ചു വരാം. റഷ്യയിലെ സൈബീരിയയിലുള്ള ചദ്രുസ്കയ്യ ഗുഹയിലേക്കാണ് ഇനി നമ്മുടെ പോക്ക്. ഏതാണ്ട് 60,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ നിയാണ്ടർതാലുകൾ കിഴക്കൻ യൂറോപ്പിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്തിട്ട് ഈ കുറച്ചുകൂടെ പടിഞ്ഞാറുള്ള സൈബീരിയൻ ഭാഗങ്ങളിൽ ഈ പറയുന്ന ചദ്രുസ്കയ്യ എന്നറിയപ്പെടുന്ന ഗുഹയുടെ പരിസരങ്ങളിൽ എത്തിയിട്ടുണ്ടാവുക. ഏതാണ്ട് 4000 കിലോമീറ്ററോളം വരുന്ന ഒരു യാത്രയാണ്. അതിന്റെ അർത്ഥം ഒരു തലമുറ കൊണ്ട് അവരിവിടെ എത്തിയിട്ടില്ല. പല തലമുറകൾ സഞ്ചരിച്ച് ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇവർ സഞ്ചരിച്ച് അവസാനം ഇവിടെ ഈ സൈബീരിയയിലെ ചദ്രുസ്കയ്യ ഗുഹയുടെ പരിസരങ്ങളിൽ എത്തിപ്പെട്ടതാണ്. 2007 മുതലാണ് റഷ്യൻ ഗവേഷകർക്ക് ഈ ചദ്രുസ്കയ്യ ഗുഹയിൽ നിന്നും ഇതിന്റെ പരിസരങ്ങളിൽ കുറച്ച് കിലോമീറ്ററൊക്കെ മാറിയിട്ടുള്ള വേറെ ചില ഗുഹകളിൽ നിന്നൊക്കെ ഈ നിയാണ്ടർതാലുകളുടെ അവശിഷ്ടങ്ങൾ, ഈ എല്ലുകൾ, പല്ലുകൾ, ഇതൊക്കെയാണ് ഇവർക്ക്, അതായത് ചിതറിക്കിടക്കുന്ന അവശിഷ്ടങ്ങൾ, അങ്ങനെയാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ നമുക്ക് മുമ്പ് പറഞ്ഞ ഷാനിഡാർ ഗുഹയിൽ കിട്ടിയതുപോലെ ഒരു പൂർണ്ണമായിട്ടുള്ള അസ്ഥികൂടത്തിന്റെ രീതിയിലൊന്നും ഇതിനകത്ത് നിന്ന്, ഈ ചദ്രുസ്കയ്യ എന്ന് പറയപ്പെടുന്ന ഈ റഷ്യൻ ഗുഹയ്ക്കകത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ഇവിടെ നിന്ന് 74ഓളം നിയാണ്ടർതാലുകളുടെ അവശിഷ്ടങ്ങളാണ് ഇവർക്ക് കിട്ടിയത്. ഒരു ഗുഹയിൽ നിന്ന് 11ഓളം നിയാണ്ടർതാലുകളുടെ അവശിഷ്ടങ്ങൾ ഇവർ പ്രത്യേകം എടുത്തു. അതിനുശേഷം മറ്റൊരു ഗുഹയിൽ നിന്ന് വേറെ കുറച്ച് നിയാണ്ടർതാലുകളുടെ അവശിഷ്ടങ്ങൾ ഇവർ എടുത്തു. ഒരു 8 മുതിർന്ന നിയാണ്ടർതാലുകൾ, ഒരു 5 കുട്ടികൾ, ഇത്രയും പേരെ ഇവർ പ്രത്യേകം പഠിക്കാനായിട്ട് എടുത്തു. ഈ ഗുഹയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഇവർക്ക് കറക്റ്റ് എല്ലുകളുടെ പീസായിട്ടൊന്നുമല്ല പലതും കിട്ടിയത്, ചിന്നിച്ചെതറി കിടക്കുകയാണ്. അത് മാത്രമല്ല, ഇവർ എല്ലുകൾ, പല്ലുകൾ ഇത് പഠിക്കുന്ന കൂട്ടത്തിൽ ഇവർ മറ്റൊരു കാര്യം കൂടെ പഠന വിധേയമാക്കി. അതായത് കേവ് ഡേർട്ട്, അതായത് ഈ ഗുഹയിലെ അടിയിലെ മണ്ണ്. ഈ മണ്ണ് ഇവർ പ്രത്യേകം പഠന വിധേയമാക്കി. ഇത്തരം പൗരാണിക ഗുഹയുടെ നിലത്ത് കിടക്കുന്ന കേവ് ഡേർട്ട് അല്ലെങ്കിൽ കേവ് സെഡിമെന്റ്, ഇതിൽ നിന്ന് ഇവർക്ക് അന്നത്തെ കാലത്തെ ജീവികളുടെ, മനുഷ്യരുടെയൊക്കെ DNA വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. സാധാരണ DNA നമ്മൾ വേർതിരിച്ചെടുക്കുന്നത് എല്ലുകളിൽ നിന്നാണ്. പക്ഷേ ഇവിടെ കേവ് ഡേർട്ടിൽ നിന്നാണ്, കേവിലെ പൊടിയിൽ നിന്നാണ് ഇവർ ഇത് സാധിച്ചെടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുക? നമ്മൾ ഒരു ഗുഹയിൽ സ്ഥിരമായിട്ട് നമ്മൾ താമസിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ അറിയാതെ തന്നെ ആ ഗുഹയുടെ നിലത്തേക്ക് വീഴുന്നുണ്ട്. തൊലി, നഖം, മുടി, പിന്നെ നമ്മുടെ തുപ്പല്, ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ, മൂത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഗുഹയിൽ വീഴുന്നുണ്ട്. ചുരുക്കത്തിൽ ഇത്തരം ഒരു പൗരാണിക, ഒരു ഏൻഷ്യന്റ് കേവിന്റെ അകത്തുള്ള മണ്ണിൽ അവർ പോലും അറിയാതെ, അവിടെ ജീവിച്ചിരുന്ന ആളുകൾ പോലും അറിയാതെ വലിയൊരു ചരിത്രം ഉറങ്ങിക്കിടപ്പുണ്ട്. ആ ഒരു കേവ് ഡേർട്ടിൽ നിന്നാണ്
ഈ ഒരു ചതുരസ്കയ്യ എന്നറിയപ്പെടുന്ന ഗുഹയിലെ നിയാണ്ടർതാലുകളുടെ ചരിത്രം ഇവർ വേർതിരിച്ച് എടുത്തത്. ഈ കേവ് ഡേർട്ടിൽ നിന്നുള്ള സെഡിമെന്റ് DNA എക്സ്ട്രാക്ഷൻ മെത്തേഡ് ഇതിനൊരു പ്രത്യേക ഗുണമുണ്ട്. ഇത് നമ്മൾ മനുഷ്യവംശത്തെക്കുറിച്ചോ മൃഗങ്ങളെക്കുറിച്ചോ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഈ ഫോസിൽസ് എല്ലും കഷ്ണങ്ങളൊക്കെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അവർ ജീവിച്ചിരുന്ന ആ സ്ഥലങ്ങളിലെ പിന്നീട് മറ്റാരും കയറാതെ പരിരക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഇത്തരം കേവുകളിലെ കേവ് ഡേർട്ട് അവിടുത്തെ പൊടി മാത്രം കിട്ടിയാൽ മതി. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഫോസിലുകൾ ഇത്തരം എല്ലുകൾ കിട്ടാത്ത സ്ഥലങ്ങളിൽ ഇതുപോലെ കേവ് ഡേർട്ടുകൾ സംഘടിപ്പിക്കാൻ പറ്റിയാൽ ഇവർക്ക് അവിടെയുള്ള ജീവിവർഗങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുകയും ചെയ്യും. അതായത് ഫോസിൽസും എല്ലുകളും വേണമെന്ന് ഇപ്പോൾ നിർബന്ധമില്ല. കേവ് ഡേർട്ടിൽ നിന്ന് വലിയൊരു ചരിത്രം ഇവർക്ക് ചെകഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഇത് മാത്രമല്ല, ഒരു കേവില് പല ലെയേഴ്സും മണ്ണുകളുണ്ടാവും. ഈ ഓരോ ലെയറിനെയും കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പല കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ജീവികളെ കുറിച്ചിട്ടും മനുഷ്യവർഗങ്ങളെ കുറിച്ചിട്ടും അവരുടെ സാന്നിധ്യത്തെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ ചതുരസ്കയ്യ ഗുഹയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നിയാണ്ടർതാലുകളുടെ അവശിഷ്ടങ്ങൾ പ്രത്യേകം എടുത്ത് പഠിക്കുകയും അവിടുത്തെ സെഡിമെന്റ്സ് ഇവരെടുത്ത് പഠിക്കുകയും ഒക്കെ ചെയ്തതിൽ നിന്നും ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതിൽ 4 പേർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ 4 പേരും ഒരു കുടുംബത്തിലെ ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇതിൽ 2 പേര് തൊട്ടടുത്ത റിലേഷനുള്ള ആളുകളാണ്. അതായത് ഒരെണ്ണം അച്ഛനും മറ്റേത് ഒരു മകളുമാണ്. 54,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു നിയാണ്ടർതാൽ പിതാവും മകളുടെയും DNA ആണ് ഇവർ ഇതിനകത്ത് നിന്ന് വേർതിരിച്ച് എടുത്തത്. ഇത് കൂടാതെ ബാക്കി 2 പേര്, ഒരു സ്ത്രീയാണ്, അത് ഈ മകളുടെ അമ്മൂമ്മയാകാനാണ് സാധ്യത. മറ്റൊരെണ്ണം തൊട്ടടുത്ത കസിൻ ആവാനാണ് സാധ്യത. അങ്ങനെ ഒരു കുടുംബത്തിലെ തന്നെ 4 പേരെ ചതുരസ്കയ്യ എന്നറിയപ്പെടുന്ന ഈ ഒരു റഷ്യൻ കേവിൽ നിന്ന് ഇവർക്ക് വേർതിരിച്ച് എടുക്കാനായിട്ട് സാധിച്ചു. ഇതൊരു വലിയ കണ്ടുപിടുത്തമാണ്. കാരണം നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് നിയാണ്ടർതാലുകളെ ഷാനഡാർ 1, ഷാനഡാർ Z എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നതല്ലാതെ റിലേഷൻസ് ഉള്ള ആളുകളെ, ഒരു കുടുംബത്തിലെ കുറച്ച് പേരെ ഒരുമിച്ച് കിട്ടുന്നത് ഇത് ആദ്യമാണ്. അതായത് ഈ 4 പേരും ഓൾഡസ്റ്റ് നോൺ ഫാമിലി ഗ്രൂപ്പാണ് നമ്മുടെ മനുഷ്യ വംശത്തിലെ. ഇത് മാത്രമല്ല, ഇവർ മറ്റൊരു കണ്ടുപിടുത്തം കൂടെ നടത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറേയേറെ എല്ലുകളും ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് ഇവർക്കൊരു കാര്യം മനസ്സിലായി. ഇതിനകത്തുള്ള 60% സ്ത്രീകളുടെ DNA നിന്ന് ഇവർക്കൊരു കാര്യം മനസ്സിലായി. ഇവര് ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകളല്ല ഈ 60% സ്ത്രീകൾ. ഇവർ പുറത്തുള്ള മറ്റൊരു ഗ്രൂപ്പിൽപ്പെട്ട നിയാണ്ടർതാലുകളിലെ ആളുകളാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? പ്രായപൂർത്തിയായ ശേഷം, ഇണയെ കണ്ടെത്തിയ ശേഷം സ്ത്രീകൾ ഇന്നത്തേതുപോലെ തന്നെ അന്നും ഈ നിയാണ്ടർതാൽ സ്ത്രീകൾ അവരുടെ പുരുഷന്മാരുടെ കൂട്ടത്തിലെ ആ ഒരു സംഘത്തിലേക്ക് ചേരുകയാണ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യവും നമുക്ക് ഇതിൽ നിന്ന് ഊഹിച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അങ്ങനെ നമ്മളിങ്ങനെ പല ഗുഹകളിലെ ഈ പല കാര്യങ്ങൾ പഠിച്ച് നമുക്ക് നിയാണ്ടർതാലുകളുടെ സാമൂഹിക വ്യവസ്ഥിതിയും അവരുടെ ജീവിത രീതിയും ഏറെക്കുറെ അവരെങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു ചിത്രം നമുക്ക് ഇങ്ങനെ പല ഗുഹകളിലെ പല അസ്ഥികൂടങ്ങൾ, സെഡിമെന്റ്സ് ഒക്കെ പഠിച്ച ശേഷം മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ദുരൂഹതകൾ നിറഞ്ഞ ഈ ചതുരസ്കയ്യ കേവിൽ നിന്നും ഷാനഡാർ കേവിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യമുണ്ട്. ഏതാണ്ട് 45,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയ ഈ ഒരു വംശം എങ്ങനെയാണ് പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായത്? അതെന്താണ് കാരണം? ആരാണ് അവരെ ഇല്ലാതാക്കിയത്? ഇന്നത്തെ അനുമാനം അനുസരിച്ചിട്ട് ഏതാണ്ട് 3 ലക്ഷം വർഷങ്ങളോളം നിയാണ്ടർതാലുകൾ ഇന്നത്തെ യൂറോപ്യൻ ഭാഗത്ത് അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ടായിരുന്നു. അവരാണ് ഒരു 40-45,000 വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഇതിന്റെ ഉത്തരം തേടി നമ്മൾ പോകുന്നത് മെഡിറ്ററേനിയൻ തീരങ്ങളിലേക്കാണ്. കാരണം നിയാണ്ടർതാലുകൾ അവസാന നാളുകളിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് മെഡിറ്ററേനിയൻ തീരങ്ങളിലുള്ള ചില ഗുഹകൾ. നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവൊക്കെ ജിബ്രാൾട്ടറിൽ ഇന്ന് പകുതി കടലിൽ മുങ്ങിക്കിടക്കുന്ന ചില ഗുഹകളിൽ മറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെയുള്ള ഒരു 4 ഗുഹ, അതിപ്പോൾ പകുതി കടലിലും പകുതി കരയിലും ഒക്കെ ആയിട്ട് കിടക്കുന്ന 4 ഗുഹകളാണ്. കടലിനോട് ഫേസ് ചെയ്ത് കിടക്കുന്ന ആ 4 ഗുഹകളുടെ ആ ഒരു കോംപ്ലക്സിനെ, ആ 4 ഗുഹകളെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്നത് ഗോർഹോംസ് കേവ് കോംപ്ലക്സ് എന്നാണ്. 40,000 വർഷങ്ങൾ, 45,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയും ഈ ഗോർഹോം കേവ് കോംപ്ലക്സിലെ 4 ഗുഹകളിൽ നിയാണ്ടർതാലുകൾ വസിക്കുന്നുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഇപ്പോൾ ഈ കേവ് നമ്മൾ കാണുന്ന ആ ഒരു ഭാഗത്ത് നിന്നും 5 കിലോമീറ്റർ മാറി പുറകോട്ട് ഇറങ്ങിയിട്ടാണ് കടൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ ഇതിനകത്ത് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഒരു പക്ഷേ ഇതിലേതെങ്കിലും ഒരു ഗുഹയ്ക്കുള്ളിൽ വെച്ചാവണം ഈ ഭൂമിയിലെ അവസാനത്തെ നിയാണ്ടർതാല് മരണപ്പെട്ടിട്ടുണ്ടാവുക. മുമ്പ് പറഞ്ഞല്ലോ, ഏതാണ്ട് 40,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവരെങ്ങനെയാണ് അപ്പാടെ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കുറച്ച് ഊഹങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളൂ. അതിലൊരു കാരണമായിട്ട് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം. ആ സമയത്തുണ്ടായിരുന്ന ഹിമയുഗം വളരെയധികം തീവ്രത കൂടിയ ഒരു ഹിമയുഗം, ഐസ് ഏജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കടൽ നിരപ്പ് ഇന്നത്തെക്കാളും വളരെയധികം താഴ്ന്നായിരുന്നു കിടന്നിരുന്നത്. ഇന്ന് നമ്മൾ കടൽ ആയിട്ട് കാണുന്ന പല സ്ഥലങ്ങളും അന്ന് കരയായിരുന്നു.
അവിടെ ചെടികളും സസ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഗോർ ഹോംസ് കേവ് കോംപ്ലക്സിൽ നിന്ന് നമുക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. അവിടെ ഉണ്ടായിരുന്ന നിയാണ്ടർതാലുകൾ നമ്മൾ ഇപ്പോൾ ഇതുവരെയും കണ്ട നിയാണ്ടർതാലുകളെ പോലെയല്ല ജീവിച്ചിരുന്നത്. അവര് കരയിൽ വേട്ടയാടുന്നതിന് പകരം കടൽ തീരങ്ങളിൽ നിന്നാണ് ഇവർക്കുള്ള ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. അവര് കടലിന്റെ തീരങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് കക്കയും വത്തക്കയും ഒക്കെയാണ് ഇവര് ഭക്ഷിക്കാനായിട്ട് ഇവർ ശ്രമിച്ചത്. അതുമാത്രമല്ല, കരയിൽ അടിഞ്ഞുകൂടുന്ന ഡോൾഫിൻ പോലുള്ള ചില ജീവികളെ ഇവരുടെ മുമ്പ് പറഞ്ഞ കൂർത്ത കല്ലുകൾ വെച്ചുള്ള ആയുധങ്ങൾ വെച്ചിട്ട് ഇവർ കീറി മുറിച്ച് കഴിച്ചിട്ടുള്ള ആ ഒരു ചരിത്രവും ആ ഒരു ഹിസ്റ്ററിയും ഇവിടുത്തെ എല്ലുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ കരയിലെ വേട്ട കുറച്ചിട്ട് ഈ കടൽ തീരത്തേക്ക് വന്നിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണ രീതിയിലേക്ക് മാറിയത്? അതിന്റെ പ്രധാന കാരണം പറയുന്നതും ഈ ഒരു കാലാവസ്ഥ വ്യതിയാനമാണ്. ആ സമയത്ത് ഹിമയുഗം തീവ്രതയേറിയതായിരുന്നു എന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കടൽ വറ്റി അതായത് കടലിലെ ജലം മുഴുവൻ നമ്മുടെ പോൾസിൽ ഐസായിട്ട് മാറി. അതുകൊണ്ടാണ് കടൽ ജലം വറ്റി ഇറങ്ങിപ്പോയത്. കൂടുതൽ സമതലങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ അവിടെയൊന്നും വലിയ വലിയ മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ റഷ്യയുടെ ഭാഗങ്ങൾ, നോർത്തേൺ യൂറോപ്പിന്റെ ഭാഗങ്ങളിലെല്ലാം വലിയ ഹിമാനികൾ വന്ന് അടിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവർ താമസിക്കുന്ന ഈ ജിബ്രാൾട്ടർ ഭാഗങ്ങളിലൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ വലിയ വലിയ മരങ്ങളൊക്കെ കുറഞ്ഞു. വിശാലമായ സമതലങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ചെറിയ ചെറിയ ചെടികൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവര് വേട്ടക്കാരാണ്. ഇവര് ഈ മരത്തിന്റെ മറവിലൊക്കെ മറഞ്ഞു നിന്ന് വേട്ടയാടുന്ന ആളുകളാണ്. വിശാലമായ സമതലങ്ങൾ കാലക്രമേണ തെളിഞ്ഞു വന്നതോടെ ഇവർക്ക് മറഞ്ഞു നിന്നുകൊണ്ട് മൃഗങ്ങളെ വേട്ടയാടാനുള്ള ആ ഒരു സാഹചര്യം ഇല്ലാതായി. വിശാലമായ സമതലങ്ങളിൽ ആ ഒരു പണിയൊന്നും പറ്റാതെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും വേട്ട ഫെയിലാകുന്നു, പരാജയപ്പെടുന്നു എന്ന് കണ്ടതോടെയാണ് ഒരു പക്ഷേ ഇവര് കടൽ തീരങ്ങളിലേക്ക് വരികയും ഇവിടെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് ഇവര് ഈ ജിബ്രാൾട്ടറിലുള്ള ഈ ഗോർ ഹോംസ് കേവ് കോംപ്ലക്സിൽ താമസം ഉറപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. ഇവിടെ എത്തിപ്പെടാത്ത നിയാണ്ടർതാലുകൾ ഭക്ഷണം കിട്ടാതെയും ബാക്കിയുള്ള പല പ്രശ്നങ്ങൾ കാരണവും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുകയും അവസാനത്തെ കുറച്ച് ഗ്രൂപ്പ് നിയാണ്ടർതാലുകൾ ഏതാണ്ട് 40,000 വർഷം വരെയും ഈ കടലിന്റെ സാമീപ്യം കാരണം അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ പിടിച്ചു നിൽക്കുകയും ചെയ്തു എന്നാണ് ഒരു അനുമാനം. അപ്പോൾ ഈ ഒരു സമയത്ത് നിയാണ്ടർതാലുകളുടെ അവസാന സമയങ്ങളിൽ, അതായത് 1,00,000 വർഷം തൊട്ട് ഒരു 40,000 വർഷം വരെയുള്ള ആ ഒരു സമയത്ത് ഇവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഇവർക്ക് ഭക്ഷണമൊക്കെ കുറയുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് ഇവര് അതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ട് ഞെട്ടിയിട്ടുണ്ടാവണം. അവർ കണ്ടത് എന്തായിരിക്കണം? മറ്റൊരു മനുഷ്യവർഗം. ഇവരെ പോലെ അല്ലാത്ത, ഇവരെക്കാൾ സ്മാർട്ടായിട്ടുള്ള മറ്റൊരു മനുഷ്യവർഗം. ഇവരുടെ പൂർവികർ എവിടെ നിന്നാണോ വന്നത് ആ ദിക്കിൽ നിന്ന് കയറി വരുന്ന ഒരു കാഴ്ചയാവണം ഇവർ കണ്ടിട്ടുണ്ടാവുക. ഹോമോ സാപ്പിയൻസ്, നമ്മുടെ പൂർവികര് ഈ പറയുന്ന ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് വരുന്ന ഒരു സമയം. ആ സമയത്ത് നിയാണ്ടർതാൽസും ഈ ഹോമോ സാപ്പിയൻസും തമ്മിൽ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇത്തരം ഗ്രൂപ്പുകൾ നേർക്ക് നേരെ കണ്ടിട്ടുണ്ടാവണം. അതിൽ ചില കൂടിക്കാഴ്ചകളൊക്കെ ഒരു പക്ഷേ ആക്രമണത്തിലായിരിക്കണം കലാശിച്ചിട്ടുണ്ടാവുക. എന്നാൽ ചിലത് അങ്ങനെ ആവാൻ സാധ്യതയുണ്ടാവില്ല. തങ്ങളെക്കാളും കൗശലക്കാരായിട്ടുള്ള ഒരു പുതിയ ഗ്രൂപ്പുകളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു പക്ഷേ ഈ നിയാണ്ടർതാലുകളുടെ ചില ഗ്രൂപ്പുകളൊക്കെ അവരോട് കൂടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ എങ്ങനെയെങ്കിലും ജീവിക്കാം എന്ന് വിചാരിച്ച് കൂടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ന് ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന നമ്മെപ്പോലുള്ള ഹോമോ സാപ്പിയൻസിന്റെ ക്രോമസോമുകളിലെ ഒരു ചെറിയ ശതമാനം നിയാണ്ടർതാൽ DNA നമ്മൾ ഇപ്പോൾ പറഞ്ഞ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് ഈ രണ്ട് മനുഷ്യവർഗ്ഗങ്ങൾ തമ്മിൽ ആദ്യമേ കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു വൈരാഗ്യവും കാര്യങ്ങളും ഒക്കെ പിന്നീട് ഉണ്ടായില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ഇപ്പോഴുള്ള ഈ ഹോമോ സാപ്പിയൻസിന്റെ ക്രോമസോമിലെ ഒരു ചെറിയ ശതമാനം നിയാണ്ടർതാൽ DNA വെളിവാക്കുന്നത്. ഓർക്കുക, 45,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായിട്ട് അപ്രത്യക്ഷരായിട്ടുള്ള മറ്റൊരു മനുഷ്യവർഗത്തിന്റെ അവശേഷിപ്പുകൾ നമ്മളിൽ ഓരോരുത്തരും ഉണ്ട് എന്നുള്ള അറിവ് അതിശയിപ്പിക്കുന്ന കാര്യമല്ലേ? അതായത് ഒരു കൂട്ടം നിയാണ്ടർതാലുകൾ ഈ ഹോമോ സാപ്പിയൻസായിട്ട് അടരാടി മരണപ്പെട്ടിട്ടുണ്ടാവണം. നിയാണ്ടർതാലുകൾക്ക് കൂടുതൽ ശക്തിയും കായികശേഷിയൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ കൗശലം കൂടുതലും ബുദ്ധി കൂടുതലും ഇപ്പോൾ വന്നു കയറിയിട്ടുള്ള ഹോമോ സാപ്പിയൻസിനാണ്. അങ്ങനെ ആ ഒരു അറ്റാക്കിൽ കുറെ നിയാണ്ടർതാലുകൾ ഇവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടാവണം, മരണപ്പെട്ടിട്ടുണ്ടാവണം. എന്നാൽ വേറെ കുറെ പേര് ഇന്റർ ബ്രീഡിങ് നടത്തിയിട്ട്, അല്ലെങ്കിൽ പുതിയ ഹോമോ സാപ്പിയൻസുമായിട്ട് ഇന്റർ ബ്രീഡിങ് നടത്തിയിട്ട് ആ ഒരു സമൂഹത്തിലേക്ക് ലയിച്ചു ചേർന്നിട്ടും ഉണ്ടാവണം. നമ്മുടെ ഇന്ത്യൻസിൽ ഭൂരിഭാഗം ആളുകളുടെയും ക്രോമസോമിൽ 2 മുതൽ 3% വരെയും നിയാണ്ടർതാൽ അല്ലെങ്കിൽ ഡെനിസവൻ DNA ഉണ്ട് എന്നുള്ളതാണ് രസകരമായ കാര്യം. ചില ഗവേഷകർ പറയുന്നത് ഈ കോവിഡ് പോലുള്ള ചില മാരക രോഗങ്ങളെ ചെറുക്കാനായിട്ട് ഈ 2-3% നിയാണ്ടർതാൽ അല്ലെങ്കിൽ ഡെനിസവൻ ജീനുകൾ നമ്മെ സഹായിച്ചു എന്നാണ്. ഈ ഒരു തിയറി വാസ്തവമാണോ അല്ലെങ്കിൽ അതിന്റെ ഒരു കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല. പക്ഷേ
ഇങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള 2 മുതൽ 3% വരെയുള്ള നിയാൻഡർത്താൽ ഡെനിസവൻ ജീനുകൾ നമ്മെ ഈ കോവിഡിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഭൂരിഭാഗം ആളുകളെയും ചെറുത്ത് നിൽക്കാനായിട്ട് സഹായിച്ചു എങ്കിൽ നമ്മൾ ഒരാൾക്ക് പ്രത്യേകം സല്യൂട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ 10, 50,000, 60,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ നിയാൻഡർത്താൽ മനുഷ്യരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവരെ ആക്രമിക്കേണ്ട, സ്നേഹിച്ച് കൂടെ കൂട്ടാം എന്ന് വിചാരിച്ച റൊമാൻറ്റിക് ആയിട്ടുള്ള ആദ്യത്തെ ഒരു ഹോമോസാപ്പിയൻ ഉണ്ടാവുമല്ലോ, ആ അയാൾക്ക് ഒരു പ്രത്യേക സല്യൂട്ട്. കാരണം അങ്ങനെ കാരണമാണല്ലോ ഇതിന് തുടക്കമിട്ടത്. നമുക്ക് ഈ 2-3% നിയാൻഡർത്താൽ DNA ഉണ്ടായതും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഒരു പക്ഷേ ഈ തിയറി ശരിയാണെങ്കിൽ ഈ കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടതും. എന്താണേലും ആ ഒരു റൊമാൻറ്റിക് ഹോമോസാപ്പിയന് ഒരു പ്രത്യേക സല്യൂട്ട്. പക്ഷേ ഈ പറയുന്ന അനുമാനങ്ങളൊക്കെ അല്ലെങ്കിൽ ഹൈപ്പോതസിസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിയാൻഡർത്താലുകൾ ചില വൈറസുകളെ ചെറുക്കാനായിട്ട് നമ്മെ സഹായിച്ചുവെങ്കിലും മറ്റ് ചില വൈറസുകളാണ് ഇവരെ ഉന്മൂലനം ചെയ്യാനായിട്ട് സഹായകമായത് എന്നുള്ളൊരു തിയറിയും കൂടി ഉണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ സൈബീരിയയിലെ ചതുർസ്കയ്യ എന്നറിയപ്പെടുന്ന ആ ഒരു ഗുഹയുണ്ടല്ലോ, ആ ഗുഹയിൽ നിന്ന് കിട്ടിയ ഈ നിയാൻഡർത്താലുകളുടെ ആ ഒരു എല്ലിൽ നിന്ന് കിട്ടിയ പഠനം, അതിൽ നിന്ന് മനസ്സിലാക്കിയത് അവരുടെ ശരീരത്തിൽ നിന്ന് ഇവർക്ക് ഒരു 3 ടൈപ്പ് വൈറസുകളെ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിച്ചു. പനി മുതൽ ക്യാൻസർ വരെയും ഉണ്ടാക്കാൻ ശേഷിയുള്ള 3 ടൈപ്പ് വൈറസുകളാണ് ഇവ എന്നാണ് ഗവേഷകർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ ഒട്ടനവധി കാര്യങ്ങൾ ഒരുമിച്ച് വന്നു. പുതിയ മനുഷ്യവർഗം ഹോമോസാപ്പിയൻസ് വന്നു. പിന്നെ ഈ കാലാവസ്ഥ വ്യതിയാനം വന്നു. ഹോമോസാപ്പിയൻസിനെ പോലെ കൂടുതൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് വേട്ടയാടാനോ അല്ലെങ്കിൽ ഇര തേടാനായിട്ടോ അവർക്കൊന്നും പറ്റിയില്ല. ഈ പറഞ്ഞ വൈറസുകളുടെ ആക്രമണം, ഇങ്ങനെ പല സാഹചര്യങ്ങൾ പല ഭാഗത്തുനിന്ന് ഒരുമിച്ച് വന്നതുകൊണ്ടാവണം ഒരു 45,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ നമ്മൾ പറയുന്ന രീതിയിൽ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ചരിത്രത്തിലെ ഈ നിയാൻഡർത്താൽ എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യവർഗം ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമായത്. നമ്മുടെയൊക്കെ ശരീരത്തിൽ ഒരു ചെറിയ ഭാഗം അവശേഷിപ്പിച്ച് അവർ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായി. ഇനി അവസാനമായിട്ട് നമ്മൾ ഈ നിയാൻഡർത്താൽ കേവുകൾ, നിയാൻഡർത്താൽ മനുഷ്യര്, DNA, ജിനോം, ജീന്, അങ്ങനെ ക്രോമസോം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന വ്യക്തിയുണ്ട്. സ്വെൻഡെ പെബോ, ഒരു സ്വീഡിഷുകാരനാണ്, സയന്റിസ്റ്റാണ്. വിവിധ മനുഷ്യവർഗ്ഗങ്ങളെ കുറിച്ചിട്ട് കാര്യമായ രീതിയിൽ പഠിച്ചിട്ട് DNA വേർതിരിച്ചെടുത്തിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ മൊത്തം കഥയും നമുക്ക് പറഞ്ഞു തന്ന ഒരു പ്രധാന വ്യക്തിയാണ് സ്വീഡിഷ് ഗവേഷകനായിട്ടുള്ള സ്വെൻഡെ പെബോ. 2022 എവല്യൂഷണറി ജെനറ്റിക്സിൽ ഇദ്ദേഹത്തിന് നൊബേൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സീക്രട്സ് ഓഫ് നിയാൻഡർത്താൽസ് എന്ന് പറയുന്ന ആ ഒരു BBC നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി അവസാനിക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു ഭാഗത്താണ്. അതായത് ഷാനിഡാർ ഇസഡിന്റെ ആ ഒരു മുഖം റീക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ കാണിക്കുന്ന ഒരു ഭാഗത്താണ് അതിൻ്റെ ക്ലൈമാക്സ് വന്ന് നിൽക്കുന്നത്. ആ ഡോക്യുമെൻ്ററി ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആളുകൾ നമ്മുടെ ഈ എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്ന് കണ്ട ശേഷം ആ ഡോക്യുമെൻ്ററി ഒന്ന് കാണണം, ശരിക്കും ആസ്വദിക്കണം. കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും. അതുമാത്രമല്ല, ഡോക്യുമെൻ്ററിയിലുള്ളതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ള സത്യവും നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഡോക്യുമെൻ്ററി കണ്ടപ്പോഴേക്കും എനിക്കുണ്ടായ ഒരുപാട് സംശയങ്ങൾ അത് ഞാൻ പുറത്തുപോയി അന്വേഷിച്ചു. അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഡോക്യുമെൻ്ററികളുടെ എക്സ്പ്ലനേഷൻസും ഞാൻ പുറത്തുപോയി കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൂടുതൽ വീഡിയോസ് ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സീക്രട്സ് ഓഫ് നിയാൻഡർത്താൽസ് എന്ന് പറയുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ വീഡിയോ പോയി കാണണം. കാരണം ഇവിടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുടെയും വിഷ്വൽസ് അതിനകത്താണ് ഉള്ളത്. ആ വിഷ്വൽസ് നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ വിഷ്വൽസ് അവിടെ പോയി നിങ്ങൾ കാണണം. ഈ പറയുന്ന സയൻറ്റിസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. അവരെങ്ങനെയൊക്കെയാണ് ഇതൊക്കെ വേർതിരിച്ച് എടുത്തത് എന്ന് നമുക്ക് കാണാം. അതുമാത്രമല്ല, ഷാനിഡാർ ഗുഹയ്ക്കുള്ളിൽ ഇവർ ഈ പറഞ്ഞ ഷാനിഡാർ 1, 2, 3, 4, 5, ഇസഡ് ഇതൊക്കെ എങ്ങനെയാണ് കിടന്നത് എന്നുള്ളത് VFXൽ ഇവർ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ അസ്ഥികൂടങ്ങളൊക്കെ എങ്ങനെയാണ് കിടന്നത് എന്നുള്ളത് അതൊക്കെ നേരിട്ട് അങ്ങനെ ആ ഒരു ഡോക്യുമെൻ്ററി തന്നെ കണ്ട് മനസ്സിലാക്കുകയും വേണം. ഇതുകൂടാതെ നിയാൻഡർത്താലുകളുടെ മുഖത്തിൻ്റെ മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് ഹോമോസാപ്പിയൻസ് തന്നെയാണ് നിയാൻഡർത്താലുകളായിട്ട് അഭിനയിക്കുന്നത്. കഴിവതും മുഖത്ത് നിയാൻഡർത്താലുകളുടെ മനുഷ്യൻ്റെ യാതൊരു വികാരവും വരുത്താതെയാണ് അവരിത് അഭിനയിക്കുന്നത്. കാരണം നിയാൻഡർത്താലുകൾക്ക് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ വികാരമൊന്നും കാണില്ല എന്നുള്ള രൂപത്തിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഐസ് പല തവണ ഹോമോസാപ്പിയൻ അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ ബ്രേക്ക് ആവുന്നതും നമുക്ക് പല സമയത്ത് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിനെല്ലാം പുറമെ പാട്രിക് സ്റ്റുവേർട്ടിൻ്റെ അതുല്യമായ നരേഷൻ, ഒടുക്കത്തെ ശബ്ദം, ഇതും നമ്മളെ ഒരു 1,00,000 വർഷം പുറകിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ ഈ ഒരു ഡോക്യുമെൻ്ററിക്കുണ്ട്. ഇതെല്ലാം കൂടെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും നമ്മൾ നിയാൻഡർത്താൽ യുഗത്തിൽ ജീവിക്കുന്നത് പോലെയാണ് ഈ ഒരു ഡോക്യുമെൻ്ററി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുക. അപ്പോൾ മറ്റൊരു ചരിത്രമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. തൽക്കാലം നിയാൻഡർത്താലുകളെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം.